എൻ്റെ പേര് ലൈല. ഞാൻ കോളേജിൽ പഠിപ്പിക്കുമായിരുന്നു. റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ വർഷങ്ങളായി. പിന്നെ ഇപ്പം ഞാൻ പടം വരെ മാത്രമേ ഉള്ളൂ. പെയിന്റിങ്ങും ഡ്രോയിങ്ങും തന്നെയാണ് ഫുൾ ടൈം എൻഗേജ്ഡ് ഉണ്ടായിട്ട്. അത് നെഗറ്റീവ് എന്ന് പറഞ്ഞെങ്കിലും എനിക്കത് എന്നെ ഒട്ടും ഏശിയില്ല. എന്നെ ഒട്ടും ഏശിയില്ല. അവര് പറയണത് അവരുടെ കാര്യം, നമ്മളത് എടുക്കണം എന്നില്ലല്ലോ. നമ്മളൊരു എക്സിബിഷൻ ചെയ്യുന്ന സമയത്ത് 10 ആർട്ടിസ്റ്റുകൾ എക്സിബിഷൻ കാണാൻ വന്നു കഴിഞ്ഞാൽ 10 അഭിപ്രായമായിരിക്കും പറയുന്നുണ്ടായിരിക്കാം. വേറെ എന്താണ് അടുത്തൊരു ഒരു വർഷത്തെ ഗോൾ എന്താണ് വെച്ചിരിക്കുന്നത് ആർട്ടിൽ? ആർട്ട് എക്സിബിഷൻ, സോളോ എക്സിബിഷൻ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ ആർട്ട് മൂവ്മെന്റിൽ വന്ന ഓരോ ആർട്ട് സ്റ്റൈലും ഒരു പെർട്ടിക്കുലർ സംഭവത്തിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തത്. മനസ്സിലാവുന്നത്? റിയലിസം സ്റ്റൈൽ വന്നത് ഒരു പെർട്ടിക്കുലർ സംഭവത്തിന്, അന്ന് വരെ നിലനിന്നിരുന്ന ഒരു പെർട്ടിക്കുലർ സംഭവത്തിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഇംപ്രഷനിസ്റ്റിക് സ്റ്റൈൽ വന്നത് അന്ന് വരെ റിയലിസ്റ്റിക് ആയിട്ട് വരച്ചിരുന്ന ഒരു പെർട്ടിക്കുലർ സംഭവത്തിനെ ബ്രേക്ക് ചെയ്യുന്ന റെവല്യൂഷനാണ്. ഇപ്പോൾ കോഴ്സിലോട്ട് വരാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട്, ഓൺലൈനായിട്ട് ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ? കാരണം എല്ലാവരും ശീലിച്ചത് ഇതുപോലെ ഒരു സ്ഥലത്ത് പോയിട്ട് ഓഫ്ലൈനായിട്ട് സാറിൻ്റെ മുമ്പിൽ വെച്ച് പഠിക്കാനുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ഓൺലൈനായിട്ട് ഇത് വർക്കാവോ, ഇത് ചെയ്യാനായിട്ട് പറ്റുമോ, എല്ലാവർക്കും ഏത് പ്രായത്തിലുള്ളവർക്ക് പറ്റും എന്നൊക്കെ ഡൗട്ടുണ്ട്. അവരുടെ അടുത്ത് എന്താ പറയുക? മാമിന് ഇപ്പോൾ എൻ്റെ കൂടെ കൂടിയിട്ട് ഏകദേശം 2 വർഷത്തിലധികം എക്സ്പീരിയൻസ് എന്താ പറയാനുള്ളത്? ഓൺലൈനായിട്ട് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനെസ് ഹബ് സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായ സ്റ്റുഡൻസിൻ്റെ സക്സസ് ജേണി പ്രസൻറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് സക്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഒരുപാട് പ്രായമായിട്ടുള്ളവരുണ്ട്. അത്തരത്തിൽ ഏജ് ഈസ് ജസ്റ്റ് നമ്പർ എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ലൈല മാം നമ്മുടെ ഒപ്പം ഉണ്ട്. ഇപ്പോൾ ലൈല മാമിനെ വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ലൈല മാമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പം ഏകദേശം 1-2 വർഷത്തിൽ മേലായിട്ട് തന്നെ അറിയാമല്ലേ? 2 വർഷം കഴിഞ്ഞു. സെപ്റ്റംബർ 21 തുടങ്ങിയത്, ക്ലാസ് തുടങ്ങിയത് സെപ്റ്റംബർ. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന്റെ ഡിഫറെന്റ് പാറ്റേൺ ഒക്കെ ഏകദേശം അറിയായിരിക്കും. ഇപ്പൊ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു ലെവൽ വരെയൊക്കെ അറിയായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും നല്ലൊരു ഡിസ്കഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ എന്തായാലും ലൈല മാം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തോ. എവിടെ നിന്ന് വരുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. എൻ്റെ പേര് ലൈല. ഞാൻ കോളേജിൽ പഠിപ്പിക്കുമായിരുന്നു. റിട്ടയർ ചെയ്തിട്ട് ഇപ്പൊ വർഷങ്ങളായി. പിന്നെ ഇപ്പൊ ഞാൻ പടം വരെ മാത്രമേ ഉള്ളൂ. പെയിന്റിങ്ങും ഡ്രോയിങ്ങും തന്നെയാണ് ഫുൾ ടൈം എൻഗേജ്ഡ് ഉണ്ടായിട്ട്. ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഞാൻ കൊച്ചിയിലാണ്. ഇപ്പൊ ഞാൻ തൽക്കാലം യുഎസിലെ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിന് അടുത്തുള്ള ഒരു സ്ഥലത്താണ്. 1000 Oaks എന്ന് പറയും. അവിടെയാണ് മോളുടെ കൂടെ കുറച്ചാൾ താമസിക്കാൻ വന്നിരിക്കുക. ഫസ്റ്റ് നിന്റെ ക്ലാസ്സിലോട്ട് വന്ന പാറ്റേൺ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നല്ലോ. റെക്കോർഡർ ക്ലാസ് ആയിരുന്നു. ആൻഡ് അത് ഓരോ ദിവസം ഓരോ ചാപ്റ്റേഴ്സ് വരുന്ന രീതിയും അങ്ങനെ ഡിഫറെന്റ് ആയിരുന്നു. അതും ഇപ്പോഴുള്ള ഒരു കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താ തോന്നിയത്? ഇപ്പൊ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, വീക്കിലി മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? ആദ്യത്തെ ഞാൻ സെപ്റ്റംബറിൽ ചേർന്നപ്പോ A to Z പെൻസിൽ ഡ്രോയിങ് കോഴ്സും പിന്നെ അക്രിലിക് പെയിന്റിങ്, വാട്ടർ കളർ പെൻസിൽ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ എന്ന് വെച്ചാല് 20 days അല്ലെങ്കിൽ 60 days ക്ലാസ്സസ് ആണ്. അപ്പൊ അത് 1.5 ഒരു വീഡിയോ വരും. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്ത് സാറിന് അയച്ചു കൊടുത്ത് അതിന്റെ ഫീഡ്ബാക്ക് വാങ്ങി പിറ്റേ ദിവസം പിന്നെയും വരുമല്ലോ. അപ്പൊ അങ്ങനെ അങ്ങ് പോയിരുന്നു. പക്ഷെ 20 days കഴിയുമ്പോൾ അല്ലെങ്കിൽ 60 days കഴിയുമ്പോൾ കോഴ്സ് തീർന്നു, വീഡിയോസ് പിന്നെ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എക്സ്ട്രാ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ കോഴ്സസ്, ഇപ്പോഴത്തെ പാറ്റേൺ ആണെങ്കിൽ ലൈഫ് ടൈം ആക്സസ് ആയതുകൊണ്ട് കുറെ കൂടെ സമയമുണ്ട്. നമുക്ക് ഒരു ലെസൺ കഴിഞ്ഞാൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി പ്രാക്ടീസ് ലെസൺ ഒത്തിരി ചെയ്യാൻ പറ്റും. നമുക്ക് പിൻട്രസ്റ്റിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ എടുത്ത്, ഇപ്പൊ സിമെട്രി ആണെങ്കിൽ സിമെട്രിക്കൽ ഡ്രോയിങ്ങിന് പല പല പിക്ചേഴ്സ് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാത്തിനും, പെർസ്പെക്റ്റീവ് ആണെങ്കിലും സിമെട്രി ആണെങ്കിലും അങ്ങനെ കുറച്ചുകൂടി തറവായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഗ്രൂപ്പ് നല്ല സപ്പോർട്ടീവ് ആണ്. ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിട്ടുള്ളവർക്ക് വളരെ നല്ലതാണ്, ബിക്കോസ് സപ്പോർട്ടീവ് ആണ്. ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നവർക്ക് കമന്റും നല്ല സജഷൻസും ഇംപ്രൂവ് ചെയ്യാനുള്ള സജഷൻസും ഒക്കെ ബാക്കി മെമ്പേഴ്സ്. ഇപ്പൊ ഞാൻ പെൻസിൽ ഡ്രോയിങ് ആണെങ്കിൽ എൻ്റെ മെയിൻ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് പെയിന്റിങ് ആണ്. ഞാൻ പെൻസിൽ ഡ്രോയിങ് കൂടുതൽ പഠിക്കുന്നത് എൻ്റെ പെയിന്റിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ സ്കെച്ചിങ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് ഞാൻ പെൻസിൽ ഡ്രോയിങ്ങിൽ കൂടുതൽ. അല്ലാതെ എനിക്ക് അങ്ങനെ അങ്ങോട്ട് എന്താ പറഞ്ഞ പോർട്രേറ്റിലോട്ടൊന്നും ഭയങ്കര താല്പര്യം ഇല്ല. എന്നാലും പക്ഷെ എനിക്കൊരു പെയിന്റിങ് പോർട്രേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ രണ്ടാമതും A to Z പെൻസിൽ ഡ്രോയിങ്ങും പോർട്രേറ്റും എല്ലാം ചേർന്നിരിക്കുന്നത്.
അപ്പൊ ഡ്രോയിങ് എന്റെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കുറെ കുറെ വരയ്ക്കുന്നുണ്ട്. ചെറിയ ചെറിയ പടങ്ങളാണ്, വലിയ ബുദ്ധിമുട്ടുള്ള പടങ്ങളും പോർട്രേറ്റിലോട്ടൊന്നും ആയിട്ടില്ല. പക്ഷെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. ഞാൻ ഹാപ്പിയാണ് അതില്. വീക്ക്ലി മീറ്റിംഗ് ഞാൻ എല്ലാ വീക്ക്ലി മീറ്റിംഗും മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വല്ലത്തും പോവുകയാണെങ്കിലോ ട്രാവൽ ചെയ്യുകയാണെങ്കിലും മാത്രം അറ്റൻഡ് ചെയ്യാതെ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇപ്പം ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് രാവിലെ 6:30 മണിക്കാണ് വീക്ക്ലി മീറ്റിംഗ്. അവിടെ 8 മണിക്ക്, ഞാൻ 5:30 മണിക്ക് എഴുന്നേറ്റ് വീക്ക്ലി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാറുണ്ട്. ബിക്കോസ് എനിക്ക് ഇഷ്ടമാണ് വീക്ക്ലി മീറ്റിംഗ് മിസ് ചെയ്യാൻ ഇഷ്ടമില്ല, ലൈവ് മീറ്റിംഗ് മിസ് ചെയ്യാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. നല്ലതാണ്. എല്ലാവരും സർ ടോപ്പിക് പ്രസന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടോപ്പിക് പ്രസന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രോ വിത്ത് സർ, അതും നല്ലതാണ്. ബിക്കോസ് ആ സർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നതും ഒക്കെ വളരെ നന്നായിട്ട്. അതുകൊണ്ടും കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് നല്ലപോലെ ഡ്രോയിങ് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ബാക്കിയുള്ളവരെല്ലാമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യാനോ ചാറ്റ് വഴിയോ അങ്ങനെ എന്തെങ്കിലും നല്ലതാണ്. എല്ലാ വീക്ക്ലി മീറ്റിങ്ങും ഇപ്പോഴത്തെ പാറ്റേൺ നല്ലതാണ്, വളരെ നല്ലതാണ്. ഒരുപാട് സന്തോഷം. ഞാൻ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ടൈം മുതലേ സ്റ്റുഡൻസിനെ ലിസൺ ചെയ്യായിരുന്നു. സ്റ്റുഡൻസിന് എന്താണ് ആവശ്യം. ഇപ്പം എന്തായാലും ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 100% പെർഫെക്റ്റ് ആവില്ല. പക്ഷെ നമുക്ക് എന്നാലും ഫസ്റ്റ് ബാച്ച് മുതലേ റിസൾട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ കൊറോണ ടൈമിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും ഫ്രീ ആയിരുന്നല്ലോ. പിന്നെ എല്ലാവരും ജോലിക്കൊക്കെ പോയി തുടങ്ങി. അതിൻ്റെ ഒപ്പം ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ടൈമിൻ്റെ ഒരു ഇഷ്യൂ വരും. അപ്പോഴാണ് ഞാൻ ഈ ഒരു പാറ്റേണിലോട്ട് വന്നത്. വീക്കിലി മീറ്റിംഗ്, ലൈഫ് ടൈമിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ കൊടുക്കുക, ഫേസ്ബുക്ക് ഗ്രൂപ്പ് അവർക്ക് പോസ്റ്റ് ചെയ്യാനും ഇന്ററാക്ട് ചെയ്യാൻ ഒരു കമ്മ്യൂണിറ്റിയുടെ ഫീൽ കൊടുക്കാനുള്ള സിസ്റ്റത്തിലോട്ട് വന്ന് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സ്റ്റുഡൻസിന് അതിലൂടെ റിസൾട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒരു കാര്യം പറയാനുള്ളത്, സാറിന്റെ ആ ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെന്റ്, വീക്ക്ലി മീറ്റിംഗ് എല്ലാ സൺഡേയും എന്ത് വന്നാലും സൺഡേ നടത്തിയിരിക്കും എന്നുള്ള ഡെഡിക്കേഷൻ. അപ്പൊ സാർ ഇത്രയും ബുദ്ധിമുട്ടി ചെയ്യുമ്പോൾ നമുക്ക് അതിൽ പങ്കെടുക്കാതിരിക്കാൻ കഴിയില്ല. അത് ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണ്. അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എനിക്ക് ആദ്യം ഭയങ്കര ഡൗട്ടായിരുന്നു. എനിക്കത് ചെയ്യണം എന്ന് ആഗ്രഹം വന്ന സമയത്ത് ഞാൻ ഒരു മാസം ഞാൻ ഡിലേ ചെയ്യിപ്പിച്ചു. ഇത് സ്റ്റാർട്ട് ചെയ്യണൊക്കെ മുമ്പ് ഞാൻ ആലോചിച്ചു. അതായത് ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ലൈഫ് ടൈമിൽ ക്ലാസ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ചിന്തിക്കും, രണ്ടു വട്ടം ചിന്തിക്കുമല്ലോ. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ എന്തായാലും ഈ കുറേ വർഷമായി ആർട്ട് ഫീൽഡ്, ഏകദേശം 5-8 വർഷമായി ഈ ഫീൽഡിൽ തന്നെ ടീച്ചിങ്ങിൽ, ഓൺ ഹാൻഡ് ടീച്ചിങ് റിയലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഫ്യൂച്ചറിലോട്ടും അത് തന്നെയായിരിക്കും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. പിന്നെ പേടിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്യാതിരിക്കുന്നത് എന്നൊരു ചോദ്യം വന്നു. പിന്നെയാണ് ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ, പേടി പാടില്ല എന്നൊക്കെ. ഇപ്പൊ ഞാൻ പേടിച്ചിരുന്ന അങ്ങനെയാണ് അതങ്ങ് അനൗൺസ് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല എല്ലാവരും ഈ പറഞ്ഞ പോലെ സൺഡേ മീറ്റിങ്ങിൽ പങ്കെടുക്കും. പക്ഷെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏകദേശം 200-ന്റെ അടുത്ത് മെമ്പേഴ്സ് നമുക്ക് എവരി സൺഡേ വരുന്നുണ്ട്. സൺഡേ മാത്രമല്ല, അപ്പൊ ഞാനിപ്പോ പെട്ടെന്നൊരു മീറ്റിംഗ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാലും ആർട്ടോബറിലേക്ക് ഉണ്ടായിരുന്നല്ലോ മാം. വീക്ക് ഡേയ്സിൽ സ്പെഷ്യൽ ഇവന്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരുപാട് സന്തോഷം. അതായത് സ്റ്റുഡൻസ് അത് റിസീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എനർജി വരുന്നത്. ഈക്വൽ പാർട്ടാണ്. നമുക്ക് ആർട്ട് വർക്ക് ഒന്ന് റിവ്യൂ ചെയ്യാം. ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അകത്ത് പോസ്റ്റ് ചെയ്ത് ഇതൊക്കെ സിമെട്രിയുടെ ശരിക്കും ഇതൊക്കെ സിമെട്രിയുടെ അതല്ലേ. പക്ഷെ എനിക്ക് ആ സിമ്പിൾ സിമെട്രി വരയ്ക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. എനിക്ക് മെയിൻലി ഇൻട്രസ്റ്റ് പെയിന്റിംഗ് ആണ്. പക്ഷെ ഇപ്പൊ വരച്ചു വന്നപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാല് നല്ലൊരു പെൻസിൽ ഡ്രോയിങ്ങും നല്ലൊരു ചാർക്കോൾ ഡ്രോയിങ്ങും എല്ലാം ചെയ്യണം എന്നുണ്ട്. ഒരു നല്ല പെൻ ഡ്രോയിങ്ങും, മൂന്നും ഒരു വലിയ പിക്ചർ ചെയ്യണം എന്നുണ്ട്. അപ്പൊ അതിനുള്ള ഒരു പറഞ്ഞുതരാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. എക്സിബിഷൻസ് ഒരുപാട് ചെയ്ത് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എക്സിബിഷന്റെ? എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. ആദ്യം മുതൽ ഓർക്കുന്നല്ലേ, ആദ്യത്തെ എക്സിബിഷൻ, ആ എക്സിബിഷൻ പോലും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ കുറച്ച് നെഗറ്റീവ് ഒക്കെ, ചിലർക്ക് നെഗറ്റീവ് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇനോഗ്രേറ്റ്, അത് ഞാൻ പറയുന്നില്ല ഇപ്പൊ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി ആർട്ടിസ്റ്റിനെ പരിചയപ്പെടാൻ, ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, നല്ലപോലെ എൻകറേജ് ചെയ്യുന്ന ആൾക്കാർ പരിചയപ്പെടാൻ പറ്റി. അന്ന് തുടങ്ങിയുള്ള സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ എക്സിബിഷനും എനിക്ക് എൻ്റെ പെയിന്റിങ് എക്സിബിറ്റ് ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ എന്താ പറയുക, എൻ്റെ ലക്ഷ്യം. ഓരോ എക്സിബിഷന്റെ ഇനോഗ്രേഷന് പോകുമ്പോഴും ഒത്തിരി പേരെ മീറ്റ് ചെയ്യുന്നുണ്ട്.
ഒത്തിരി ആർട്ടിസ്റ്റിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ പ്രാവശ്യവും നമ്മുടെ ആ സർക്കിൾ ഓഫ് ആർട്ടിസ്റ്റ് ഫ്രണ്ട്സ് കൂടി കൂടി വരുന്നുണ്ട്. അവരായിട്ട് പിന്നെ കോണ്ടാക്ട് ഉണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഫേസ്ബുക്കിലൊക്കെ വളരെ കുറവ്. ഞാൻ ഫേസ്ബുക്കിൽ ആക്റ്റീവായി തുടങ്ങിയത് തന്നെ കഴിഞ്ഞ ഡിസംബറിലാണ്. ആദ്യത്തെ എക്സിബിഷൻ ഒന്നും ഞാൻ ആക്റ്റീവ് അല്ല. ശരിക്കും ഞാൻ ഒരു പോസ്റ്റ് പോലും ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഡിസംബറിൽ എൻ്റെ ഒരു ഫ്രണ്ട് ബിനീഷ് സാറിനറിയാലോ, പറഞ്ഞിട്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ എന്തിനാ വരച്ചിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്, അതെല്ലാരും കാണട്ടെ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ എന്നെ ആക്റ്റീവാക്കിയത് ബിനീഷാണ്. അപ്പൊ ഞാൻ ഇടാൻ തുടങ്ങി, എന്റെ പെയിന്റിങ്ങുകൾ ഇടാൻ തുടങ്ങി. പിന്നെ ഒരു എക്സിബിഷന്റെ ഓരോന്നും ഇടാൻ തുടങ്ങി. ഇപ്പൊ കഴിഞ്ഞ സെപ്റ്റംബർ ടു ഈ സെപ്റ്റംബർ വരെ 7 എക്സിബിഷനിൽ ഞാൻ പങ്കെടുത്തു. 7ഉം വളരെ സന്തോഷമായിരുന്നു. ഞാൻ മിക്കതിനും 1-2 മാത്രം ഇനോഗ്രേഷന് പോയില്ല. ഇനോഗ്രേഷൻ ഡേ ആണ് പോകുന്നത് മിക്കവാറും. ഇനോഗ്രേഷൻ ഡേ പോയിട്ട് എല്ലാവരെയും മീറ്റ് ചെയ്യും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒത്തിരി ഫ്രണ്ട്സും ഒത്തിരി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവർ എൻകറേജ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. പലരും ആർട്ടിസ്റ്റ് തന്നെ പലരും എൻകറേജ് ചെയ്യുന്നുണ്ട്, നമ്മളെ എക്സിബിഷന് പങ്കെടുക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോ ഒരെണ്ണം വരുന്നുണ്ട് ജാനുവരി 1 അതിനെപ്പറ്റി ശരിക്കും ആയിട്ടില്ല. എൻ്റെ ഒരു പെയിന്റിങ് ഞാൻ അവിടെ നാട്ടിൽ വെച്ചിട്ടുണ്ട്. അത് ചിലപ്പം വെക്കാൻ പറ്റിയേക്കും. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പിന്നെ സാറിനെ അറിയിക്കാം. നേരത്തെ പറഞ്ഞതിലൊരു വാലിഡ് പോയിന്റ് ഉണ്ടായിരുന്നു. കാരണം ആർട്ട് ഫീൽഡിലോട്ട് നമ്മൾ ആദ്യമായിട്ട് വരുന്ന സമയത്ത് നെഗറ്റിവിറ്റീസ് ഒക്കെ ഉണ്ടാവും. അതിൽ ഒരു കാര്യമാണ് നേരത്തെ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നത്, പിന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചു അല്ലേ, കുഴപ്പമില്ല. അപ്പൊ അത് ഷെയർ ചെയ്യണ്ട, അതായത് പറയണ്ട അതെനിക്ക് പറയണമെന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല. അത് നെഗറ്റീവ് എന്ന് പറഞ്ഞെങ്കിലും എനിക്കത് എന്നെ ഒട്ടും ഏശിയില്ല. എന്നെ ഒട്ടും ഏശിയില്ല. അവര് പറയണത് അവരുടെ കാര്യം, നമ്മളത് എടുക്കണം എന്നില്ലല്ലോ, മനസ്സിലായി? അങ്ങനെയാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചായിരുന്നു അത് കഴിഞ്ഞപ്പോ. ഞാൻ പറഞ്ഞു ഞാനത് എഗ്രി ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താ കലണ്ടർ ആർട്ടിന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. അപ്പൊ പുള്ളിയുടെ വിധത്തിൽ ബാക്കിയുള്ളവരും വരക്കണം, അത് നമുക്ക് പറ്റില്ല. ഇപ്പൊ നമ്മുടെ വിധത്തിൽ പുള്ളിക്ക് വരയ്ക്കാൻ ചിലപ്പോ പറ്റില്ല. അതാണ് എന്റെ അഭിപ്രായം അതാ. അപ്പൊ അതുകൊണ്ട് ഞാൻ പുള്ളിയായിട്ട് ഇച്ചിരി ആർഗ്യുമെന്റ് അല്ല, എന്നാലും ഞാൻ പറഞ്ഞു എനിക്കതിൽ എതിരഭിപ്രായം ഉണ്ട് എന്ന് ഞാൻ ഇനോഗ്രേഷൻ കഴിഞ്ഞ ഉടനെ പറഞ്ഞു. എനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരയ്ക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു. പുള്ളി പറയുന്നത് എന്താ പറഞ്ഞേ, ഈ രാഷ്ട്രീയ സോഷ്യൽ ഇഷ്യൂസും അങ്ങനെയെല്ലാം എടുത്തിട്ട്, അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞു എനിക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് വരയ്ക്കാൻ. പക്ഷെ നമ്മളൊരു പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരയ്ക്കുന്നതാണ് എപ്പോഴും എല്ലാവർക്കും കാണുന്നവർക്കും പ്ലസന്റ് ആയിട്ട് തോന്നുന്നതല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞു. അത് എന്നെ ഒട്ടും ബാധിച്ചില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു എക്സിബിഷൻ ഞാൻ ചെയ്യുമോ പിന്നെ. അപ്പൊ ചാൻസ് കിട്ടുമ്പോഴെല്ലാം ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ 7 ഇപ്പോ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതുകൂടാതെ 7 പിക്ചേഴ്സ് സെല്ലും ചെയ്തിട്ടുണ്ട്. 7 പെയിന്റിങ്സ് ഞാൻ സെല് ചെയ്തു. അതങ്ങനെ വലിയ സന്തോഷമാണത്. വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ഞാൻ കുറച്ചൊരു ക്ലാരിറ്റി വരുത്തി തരാം കേട്ടോ. കാരണം വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവില്ല. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ, ഇതിന്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു എക്സിബിഷൻ ചെയ്യുന്ന സമയത്ത് 10 ആർട്ടിസ്റ്റുകൾ എക്സിബിഷൻ കാണാൻ വന്നു കഴിഞ്ഞാൽ 10 അഭിപ്രായമായിരിക്കും പറയുന്നുണ്ടായിരിക്കാം. മ്യൂറൽ പെയിന്റിങ് ചെയ്യുന്ന ഒരാൾ ആ രീതിയിലായിരിക്കും നമ്മൾ വരച്ച ഒരു പെയിന്റിങ്ങിനെ നോക്കി, നമ്മൾ ചിലപ്പോൾ വാട്ടർ കളർ ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷെ മ്യൂറൽ പെയിന്റിങ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ് എന്താണോ അതിലായിരിക്കും ആ പെയിന്റിങ്ങിനെ വിലയിരുത്തുന്നുണ്ടായിരിക്കുക. അങ്ങനെ 10 ആർട്ടിസ്റ്റ് 10 അഭിപ്രായം പറയുന്ന സമയത്ത് എക്സിബിഷൻ ഒരു പെയിന്റിങ് വെക്കുന്ന നമ്മുടെ മനസ്സിന് ചിലപ്പോൾ നെഗറ്റീവായിട്ട് അതിനെ ബാധിച്ചെന്നിരിക്കും. അപ്പം എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വരച്ച ആർട്ട് നമ്മുടെ പെർസ്പെക്റ്റീവാണ്. അതെന്താണെന്ന് നമ്മുടെ ശരിക്കും ആർട്ട് എന്ന് പറയുന്നത് വലിയൊരു ഫ്രീഡം ആണ്. നമുക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം. ഇപ്പൊ നേരത്തെ മാമിന്റെ ലൈഫിൽ ഉണ്ടായ പോലെ തന്നെ ഞാനൊരു ഡിസിഷൻ എടുത്തായിരുന്നു. ഒരു സമയത്ത് നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നും ഞാൻ വരയ്ക്കുന്നില്ല എന്നൊരു ഡിസിഷൻ എടുത്തായിരുന്നു. കാരണം എൻ്റെ കരിയറിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇതുപോലെ കുറെ നെഗറ്റിവിറ്റിയിൽ പോയിട്ട് എൻ്റെ പെയിന്റിങ് മൊത്തം നെഗറ്റീവ് ടോപ്പിക്കായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ വന്നു എൻ്റെ ലൈഫിൽ. പിന്നെ ഞാനത് മാറ്റിയെടുത്തതാണ്. അപ്പൊ എൻ്റെ ചോയ്സാണ് എനിക്കിപ്പോ എന്ത് വരയ്ക്കണം എന്നുള്ളത്. ഞാൻ ഇപ്പൊ കുറച്ചും കൂടി പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരയ്ക്കുന്നത്. അതെന്റെ പേഴ്സണൽ ചോയ്സാണ്. എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യണം, ഏത് സ്റ്റൈലിൽ വരയ്ക്കണം, പിന്നെ എല്ലാം എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്. അതിൽ രണ്ടാമത്തെ ഒരാൾ കമന്റ് പറയുന്ന സമയത്ത് നമുക്ക് ആ കമന്റ് കേൾക്കാം, അയാൾ എന്താ പറയുന്നത് അറിയാൻ വേണ്ടി കേൾക്കാം. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് അത് മനസ്സിലിട്ടിട്ട് ഒരു ബെനിഫിറ്റ് കിട്ടില്ല. അത് ആലോചിച്ചിരിക്കണ്ട, അത് അപ്പൊ തന്നെ അങ്ങ് മറന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പിന്നെ ഒരു എക്സിബിഷൻ ചെയ്യില്ല അങ്ങനെ ചെയ്യുമ്പോ. ഇപ്പോ എനിക്ക് നല്ല സപ്പോർട്ട് ബാക്കിയുള്ളവരിൽ നിന്നെല്ലാം നല്ല സപ്പോർട്ടുണ്ട്. ബാക്കി അവിടെ വന്നവര് എല്ലാവരും, ക്യൂറേറ്ററിന്റെ ഫ്രണ്ട്സ് ആയിട്ട് കുറെ പേര് വന്നവര് എല്ലാവരുമായിട്ട് ഇപ്പോഴും നല്ല കണക്ഷൻസ് ഉണ്ട്. അവരെപ്പോഴും
ഇപ്പൊ ഒരു മാഹിയിലൊരു എക്സിബിഷൻ നടത്താൻ പോയി. അപ്പൊ ഞാൻ പിന്നെ കൊടുത്തു വിട്ടില്ല. അത് അവര് കൊണ്ടുപോയാൽ വേണമെങ്കിൽ അവരങ്ങനെ തന്നെ കൊണ്ടുപോവുകയും ചെയ്യും, പെയിന്റിങ് കൊണ്ടുപോകും ചെയ്യും. അപ്പൊ ഞാൻ ചേർന്നില്ല അതിന്. അങ്ങനെ നമ്മളെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരണം എന്നുള്ളവരുണ്ട് ആ ഫീൽഡിൽ എന്നാണ് എന്റെ എക്സ്പീരിയൻസ്. അതാണ് അങ്ങനെ. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഇത് ചെയ്യാൻ പറ്റിയത്, എക്സിബിഷൻ ചെയ്യാൻ പറ്റിയത്. കാര്യം ഒരു പടം അല്ലെങ്കിൽ 2 പടമായിരിക്കും വെക്കുന്നത് പെയിന്റിങ്. ആദ്യത്തേന് മാത്രം ഞാൻ 9 പെയിന്റിങ്സ് വെച്ചു, 5 ഓയിലും 4 അക്രിലിക്കും. ബാക്കി എല്ലാത്തിലും ഒരെണ്ണം, അല്ലെങ്കിൽ ലാസ്റ്റ് ആലുവയിൽ ഒരു എക്സിബിഷൻ നടത്തിയതിന് 2 എണ്ണം വെച്ചു. അതും ഞാൻ ഒരെണ്ണം ശരിക്കും ഒരെണ്ണം വെച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവര് ഓൾറെഡി വേറൊരു പെയിന്റിങ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും വെച്ചു. അതങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു. അത് ഇനി അടുത്തത് ഇപ്പൊ ദർബാർ ഹാളിൽ ജാനുവരി 1 എന്നുള്ള ഇരിക്കുന്ന അത് വലിയൊരു എന്താ പറഞ്ഞ സന്തോഷമായിരിക്കും. ഞാൻ ഇല്ലാതെ അവിടെ ഉണ്ടാവില്ല, അതേ ഉള്ളൊരു വിഷമം. യെസ്, ഇപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഞാൻ ആർട്ട് വർക്ക് ഒന്നും കൂടി നോക്കിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഒരുവിധം പെൻസിൽ ഡ്രോയിങ്ങിൽ കുറെ കൂടി കോൺഫിഡൻസ് വന്നില്ലേ? ഇപ്പൊ എന്ത് കണ്ടാലും ഒന്ന് വരച്ച് നോക്കാമെന്നുണ്ട്, മറ്റേ പേടി അങ്ങ് മാറിയിട്ടുണ്ട്. ഞാൻ ഈ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും മുമ്പ് 1/2 മണിക്കൂർ മുമ്പ് മാമിന്റെ ഫേസ്ബുക്കിൽ നോക്കിയിട്ട് കയറിയിട്ട് ചിത്രങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഇതേ വേർഡ്സ് തന്നെ വന്നത്, എന്ത് കണ്ടാലും വരയ്ക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഇതേ സെയിം വേർഡിന് എന്റെ മനസ്സിൽ വന്നത്. പെൻ ഡ്രോയിങ് കുറെ കൂടി കോൺഫിഡന്റ് ആയില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി പെൻ ഡ്രോയിങ്, ഭയങ്കര ഇഷ്ടമാണ്. ഒരു അഡിക്ഷൻ പോലെയായി പെൻ ഡ്രോയിങ്. പെന്നെടുത്ത് താഴെ വെക്കാൻ തോന്നുന്നില്ല. ആ കോഴ്സ് എങ്ങനെയുണ്ട്? ആ കോഴ്സ് ഭയങ്കര, എനിക്ക് 3 പടം വരയ്ക്കാൻ പറ്റിയിട്ടില്ല. ട്രക്കും, ജീപ്പ്, ട്രക്ക് ആൻഡ് ഓട്ടോറിക്ഷ. അത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അത് ഞാൻ ഇനി ഇപ്പൊ ട്രൈ ചെയ്യുന്നില്ല. ഇനിയിപ്പോ ഞാൻ പെൻസിൽ ഡ്രോയിങ്, കുറച്ചുകൂടി ഷെയ്ഡിങ്ങും. പെൻസിൽ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് പെൻസിൽ ഡ്രോയിങ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ലാസ്റ്റ് ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് സാറിന്റെ ഫീഡ്ബാക്കും കൂടെ കിട്ടണം എന്ന് വിചാരിച്ചു തന്നെയാണ്. പണ്ട് വരച്ച ഓയിൽ പെയിന്റിംഗ് അല്ലേ? അത് തന്നെ, അത് പേപ്പറിൽ വരച്ചത്. ഓൾ ടുഗദർ ഞാനിപ്പോ ഓൾ ടുഗദർ 8, 21, 30 കൂടുതൽ പെയിന്റിങ് ക്യാൻവസിലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. 30 കൂടുതൽ. അതില് 7 എണ്ണം സോൾഡായി, ഒരു 6 എണ്ണമൊക്കെ ഗിഫ്റ്റ് ആയിട്ട് പോയി. ബാക്കിയെല്ലാം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. പെയിന്റിങ് ചെയ്യുമ്പോൾ റെഫറൻസ് എടുത്തിട്ടാണോ ചെയ്യാറുള്ളത്? ഇതൊക്കെ റെഫറൻസ് ഇപ്പൊ ഇൻട്രസ്റ്റ് എന്നാണ്. പക്ഷെ ഞാൻ സെയിം ചെയ്യാറില്ല, കുറെ മാറ്റങ്ങൾ വരുത്തി തന്നെയാ ചെയ്യുന്നത്. ഞാനൊരു സ്ട്രക്ചർ പറഞ്ഞുതരാം. ഇനി ലാൻഡ്സ്കേപ്പ് ഉണ്ടല്ലോ, ലാൻഡ്സ്കേപ്പ് പെയിന്റിങ് സ്വന്തമായിട്ടൊന്ന് കൺസ്ട്രക്ട് ചെയ്ത് വരയ്ക്കാനായിട്ട് ട്രൈ ചെയ്തോളൂ. അതായത് അതിൽ കുറെ ബെനിഫിറ്റ് നമുക്കുണ്ട്. എന്താ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ചുമ്മാ ഒരു ടോപ്പിക് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ ഏത് തരത്തിലുള്ള ലാൻഡ്സ്കേപ്പ് ആണ്, ടൈം എത്രയായിരിക്കും, ചിലപ്പോൾ രാവിലെ ആണോ, വൈകുന്നേരമാണോ, ഉച്ചയ്ക്കാണോ, അതിൻ്റെ അകത്ത് തീം എന്താണ്, തീം കളർ എന്താണ്, അത് റെഡിഷ് ആണ് കൂടുതൽ നിൽക്കേണ്ടത്, ഗ്രീനിഷ് ആണ് വേണ്ടത്, യെല്ലോയിഷ് ആണ് വേണ്ടത്, ബ്ലൂയിഷ് ആണ് വേണ്ടത്. അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയകൾ സെലക്ട് ചെയ്യാം. അതായത് ആ തീമിനോട് ചേർന്നിട്ട് ഞാൻ 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം ചെയ്യേണ്ട കാര്യം, എന്ത് പെയിന്റിങ് ചെയ്യാൻ ഇഷ്ടം? എനിക്ക് ലാൻഡ്സ്കേപ്പ്, സീസ്കേപ്പ്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ അടുത്തൊരു പെയിന്റിങ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എന്ത് ടോപ്പിക് ചൂസ് ചെയ്യും? ലാൻഡ്സ്കേപ്പ് മാറി മാറിയാണ് ഞാൻ ചെയ്യണം. പിന്നെ ഫ്ലവേഴ്സ്, ഫ്ലോറൽ പെയിന്റിങ് ചെയ്യാറുണ്ട്. ഇത് നേച്ചറാണ് എന്റെ എന്താ പറഞ്ഞ നിഷ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. എന്റെ നേച്ചറാണ് എന്റെ ഇഷ്ട സബ്ജക്ട്. അതിൽ ഇത് 3 വരും. ലാൻഡ്സ്കേപ്പ് ഒന്ന് എഴുതിക്കോ ബുക്കിൽ. ലാൻഡ്സ്കേപ്പ് എഴുതി. ഫസ്റ്റ് ലാൻഡ്സ്കേപ്പിൽ ഫോക്കസ് ചെയ്യാം. ലാൻഡ്സ്കേപ്പ് പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്ന സമയത്ത് എന്ത് കളറാ, എന്ത് ഫീലാ കിട്ടുന്നത്? ഗ്രീൻ തന്നെയാണ്. ഗ്രീനും ബ്ലൂ, പിന്നെ വാട്ടർ. ഗ്രീൻ ബ്ലൂ എന്ന് എഴുതിക്കോ. ഏത് ഡേറ്റ്, ഏത് ദിവസത്തെ ഏത് ടൈം മനസ്സിൽ, രാത്രിയാണോ, പകലാണോ, മോർണിംഗ് ആണോ? നൂൺ നോക്കാം. നല്ല വെയിലും ഷാഡോയും ഒക്കെ വരുള്ളല്ലോ അല്ലേ. അപ്പൊ അതിന്റെ അകത്ത് ഒരു യെല്ലോയിഷ് കളറും കൂടി കയറും. ഇപ്പൊ കളർ തീമിൽ 3 കളറോ, ബ്ലൂ വരും, ഗ്രീൻ വരും, യെല്ലോ വരും. അതിന്റെ അകത്ത് ആഡ് ചെയ്യാൻ ഇഷ്ടമുള്ള എലമെന്റ് ഒക്കെ ഒന്ന് ചുമ്മാ ലിസ്റ്റ് ചെയ്തിട്ടോ. വിങ്സ്, സ്ട്രീം, സ്കൈ, പിന്നെ വേണമെങ്കിൽ കുറച്ച് റോക്സോ. നമുക്ക് കുറച്ച് എലമെന്റ് കിട്ടി, നമുക്കൊരു തീം കിട്ടി, കളർ തീം കിട്ടി. ഇനി ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അത് ഉം. അതെങ്ങനെ ചിന്തിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കളർ വീല് ഞാൻ ഒന്ന് കാണിച്ചത്. ഇതാണ് നമ്മുടെ കളർ വീൽ എന്ന് Yeah, വിചാരിക്കും. അപ്പൊ yeah. നമ്മൾ ബ്ലൂവും ഗ്രീനും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ് യെല്ലോയും Cool സെലക്ട് ചെയ്ത് colors. വെച്ചിട്ടുണ്ട്. Okay. ഒരു കൂൾ ഇത്തിരി ഒരു വാമിലോട്ട് ജസ്റ്റ് ഒരു ഒരു ടച്ച് warm. കയറിയിട്ട്, പക്ഷെ അഡ്ജസ്റ്റന്റ് എടുക്കുന്ന കളേഴ്സ് ആണ്. Yeah. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് ആക്കി വെച്ചിട്ട് ഇതിന്റെ കളർ വീലിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഏതെങ്കിലും ഒരു കളറ് ഫോർഗ്രൗണ്ടിൽ ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റോറി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു കാട്, ഒരു ഫോറസ്റ്റ് Yeah. വെള്ളം ഒഴുകുന്നുണ്ട്, മരങ്ങളുണ്ട്, സൂര്യന്റെ വെളിച്ചം യെല്ലോ കളറിൽ ഇങ്ങനെ വീഴുന്നുണ്ട്. അവിടെ ഏറ്റവും ഫ്രണ്ടിൽ ഫോർഗ്രൗണ്ടിൽ ഒരു മരം, ആ മരത്തിൽ ഒരു റെഡ് കളർ മരം കൊത്തി ഇരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഉം. അപ്പൊ നമുക്ക് നല്ലൊരു കളർ തീമിൽ നല്ലൊരു ഒരു 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 സ്റ്റോറി ബിൽഡ് ചെയ്യാൻ പറ്റും. Wow. ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി. നമുക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ ആദ്യം സെലക്ട് ചെയ്തു, അതുമായിട്ട് റിലേറ്റഡ് എലമെന്റ് സെലക്ട് ചെയ്തു, പിന്നെ നമ്മൾ കളർ തീം ഫിക്സ് ചെയ്യുക. കാരണം പെയിന്റിങ്ങിൽ കളർ തീം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. Wow. കളർ തീം ഫിക്സ് ചെയ്യുക, കളർ തീമിനോടനുബന്ധിച്ച് നമ്മൾ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഉം. യെല്ലോ നമുക്കുണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ഓപ്പോസിറ്റ് കളേഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് പോപ്പ് ഔട്ട് ചെയ്യും ആ ഒബ്ജക്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ. Wow. അപ്പൊ അങ്ങനെ നമുക്ക് സ്റ്റോറി പ്ലാൻ ചെയ്യാൻ പറ്റും. വേറൊരു എക്സാമ്പിൾ, നേരെ തിരിച്ചൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കുറേ റെഡ് ആപ്പിൾസ് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അതിന്റെ മുകളിൽ ഒരു പച്ച തത്ത ഇരിക്കുന്നത് സങ്കല്പിച്ച് നോക്കി. ഓപ്പോസിറ്റ് കളേഴ്സിന്റെ ഒരു തീമ പറയുന്നത്, Complementary colors. കോംപ്ലിമെന്ററി കളേഴ്സിന്റെ ഒരു തീം പറയുന്നത് കുറച്ചും കൂടി ആ ചിത്രം കാണാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ അഡ്ജസന്റ് കളേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഒരു ഓപ്പോസിറ്റ് കളറിൽ എന്ത് തീം കൊണ്ടുവരാൻ പറ്റും, എന്ത് സ്റ്റോറി ബിൽഡ് ചെയ്യാൻ പറ്റും എന്നൊന്ന് ആലോചിച്ച് നോക്കാം. ചുമ്മാ ഇങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പുഴയും ഒരു മരവും ചെടികളും ഒക്കെ ഉള്ള ഒരു ബ്ലൂ സ്കൈ ഒക്കെ ഉള്ള ഒരു ലാൻഡ്സ്കേപ്പ്, അതിൽ റെഡ് ഷർട്ടിട്ടുള്ള ഒരാൾ നദിയിൽ ചൂണ്ടിയിടുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരു ചുമ്മാ കോംപ്ലിമെന്ററി കളർ കൊണ്ടുവരണം എന്നാണ് സാർ പറയുന്നത്. കോംപ്ലിമെന്ററി കളർ കൊണ്ടുവരികയാണെങ്കിൽ ആ കളറിൽ എന്താണ് നമ്മൾ വരച്ചേ അതിന് കാണുന്ന ആൾക്കാർക്ക് ഒരു ഫോക്കസ് കിട്ടും. അവിടെ ഒരു സ്റ്റോറി ഓട്ടോമാറ്റിക്കലി ബിൽഡ് ആവും. Okay. മനസ്സിലാവുന്നുണ്ടോ? അത് ശരിക്കും പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളൊക്കെ അത് എഡിറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ലാൻഡ്സ്കേപ്പ് എടുത്തിട്ട് ഒരു ഹ്യൂമൺ അല്ലെങ്കിൽ ഒരു ലിവിങ് സബ്ജക്റ്റിനെ നമ്മൾ അതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്ത് വെച്ച് നോക്കും. അപ്പൊ അതിന് കുറച്ചും കൂടി ലൈഫും കുറച്ചും കൂടി സ്റ്റോറിയും ബിൽഡ് ചെയ്യാൻ പറ്റും. Okay. ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത്ര നാളും കുറെ ലാൻഡ്സ്കേപ്പ് നമ്മൾ ചെയ്തല്ലോ, ഇനി ചെയ്യുമ്പോൾ ഒന്ന് വ്യത്യസ്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. Okay. അപ്പൊ നമുക്കൊന്ന് ചിന്തിച്ച് ചെയ്യാൻ പറ്റും. ഐഡിയ മനസ്സിലായോ? ഇങ്ങനെ ഫോട്ടോയോ എന്തെങ്കിലും ഇല്ലാതെ ചെയ്യാനായിട്ട് അതും ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഇതിന്റെ അകത്ത് കുറെ എലിമെന്റ്സ് നമുക്ക് കിട്ടിയല്ലോ. മരം ഉണ്ടായിരിക്കും, നേരത്തെ പറഞ്ഞാൽ മരം കൊത്തിയാണെങ്കിൽ അതിന്റെ ഒരു പിക്ചർ ഉണ്ടായിരിക്കും. ഇതെല്ലാം റെഫർ ചെയ്യുക, സെപ്പറേറ്റ് എടുത്ത് റെഫർ ചെയ്യുക. എന്നിട്ട് അതിന് ഇഷ്ടമുള്ളത് ഇതുപോലെ സ്കെച്ച് ആക്കുക. ഫസ്റ്റ് നേരെ പെയിന്റിങ് ചെയ്യണക്ക് മുമ്പ് ഇതുപോലെ സ്കെച്ച് ആക്കി മാറ്റും. പെൻ സ്കെച്ചിങ് ചെയ്താൽ മതി. അപ്പൊ എന്താ ബെനിഫിറ്റ്? നമുക്ക് ഇതിന്റെ ലൈറ്റ് ആൻഡ് ഷാഡോ ഒക്കെ പെൻ സ്കെച്ചിങ്ങിലൂടെ നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. എന്നിട്ട് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഇപ്പൊ ആർക്കിട്ടുകൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊന്ന് പിൻട്രസ്റ്റിൽ പോയി നോക്കാം, ഉണ്ടോ നോക്കാം. ഓരോ എലിമെന്റും എടുത്തിട്ട് അതിനെ സെപ്പറേറ്റ് ആയിട്ട് റിസർച്ച് ചെയ്ത് ഓരോ എലിമെന്റും മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ റെഫറൻസ് എടുക്കണം. അപ്പോൾ ഇതും ഒരു റിവറാ, ഇത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. വേറൊരു റിവർ ഉണ്ട്, ഇത് നമുക്ക് ചെറിയൊരു റിവർ ഉണ്ട്, ഇത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ ഇവിടെ ഒരു ചൂണ്ടിടുന്ന ഒരാളെ നോക്കി, പാലമുണ്ട്, പാലം നമുക്ക് എടുക്കാം. അപ്പൊ ഇത് മൾട്ടിപ്പിൾ ടൈംസ് റെഫറൻസ് എടുക്കുക, അത് സ്കെച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിന് ഇഷ്ടപ്പെട്ടത് ഇത് കണ്ടോ, ഇതൊരു തീം പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് നോക്കി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറെ ഐഡിയാസ് കിട്ടും. എന്നിട്ട് അത് കളക്ട് ചെയ്തിട്ട് അപ്പൊ നമുക്ക് ഒരു 3-4 ടൈപ്പ് ട്രീ നമ്മളിൽ ഉണ്ടാവും. 3-4 ടൈപ്പ് വഞ്ചി തുഴയുന്ന ആളോ മീൻ പിടിക്കുന്ന ആളോ, അല്ലെങ്കിൽ 3-4 ടൈപ്പ് ബേഡ്സ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലിമെന്ററി കളേഴ്സ് കൊണ്ടുവരാൻ വളരെ സിമ്പിളാണ്. നദിയിൽ കുറച്ച് ചുവന്ന താമര വെച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ കുറെ ഐഡിയാസും കിട്ടും, കുറെ സ്കെച്ച് നമുക്ക് കിട്ടും. എന്നിട്ട് അതിന്റെ അകത്തുനിന്ന് റിഫൈൻ ചെയ്തിട്ട് ഒറ്റൊരു ലാൻഡ്സ്കേപ്പിലോട്ട് നമുക്ക് ഏകദേശം ഈ ഒരു മോഡലിലോട്ട് നമുക്ക് വരച്ചെടുക്കണം, സ്കെച്ച് ചെയ്യാം. അങ്ങനെ സ്കെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഔട്ട്ലൈൻ്റെ ഒപ്പം തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ലൈറ്റ് ആൻഡ് ഷാഡോ വരുന്നത് എന്ന് മാർക്ക് ചെയ്തിടണം, പെൻ ഉപയോഗിച്ചിട്ട് തന്നെ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഇവിടെ നിന്നാണ് വെളിച്ചം വീഴുന്നത്, പിന്നെ സൺലൈറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ യെല്ലോ സൺലൈറ്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ സൺബീംസ് ഇങ്ങനെ മാർക്ക് ചെയ്തിടാം. അപ്പോൾ അത് പാറയിൽ റിഫ്ലക്ട് ചെയ്യുമ്പോൾ അത് എവിടെയൊക്കെയാണ് ഷാഡോ വരുന്നത് അതൊക്കെ മാർക്ക് ചെയ്തിടാം. വേണമെങ്കിൽ സ്കെച്ച് പെൻ കയ്യിലുണ്ടെങ്കിൽ ആ കളേഴ്സൊക്കെ ഒന്ന് ഞാൻ പണ്ട് ചെയ്തിരുന്നത്, ഞാൻ നോർമലി കളേഴ്സ് ഇങ്ങനെ എഴുതി വെക്കും. സാബ് ഗ്രീൻ ഇവിടെ, യെല്ലോ കർ ഇവിടെ എന്ന് കുറെ എഴുതി വെക്കും. അങ്ങനെ അത് കളറിന്റെ സ്കെച്ച് പെൻ ഉണ്ടെങ്കിൽ അത് കളേഴ്സിന്റെ സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് എഴുതി വെക്കാം. എന്നിട്ട് ഒന്ന് പെയിന്റിങ് ആക്കി നോക്കിയാൽ കുറെ കൂടി നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ?
നമ്മുടെ ഉം. വർക്കാന്ന് 100% പറയാൻ പറ്റുന്ന ലെവലിലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നീ ഇരുന്ന് ആലോചിക്കുമ്പോ ഇത് എനിക്ക് ഇരുന്ന് ആലോചിക്കണം, പണിയുണ്ട്, ടൈം yeah, എടുക്കും. പക്ഷേ ഇത് yeah, നമ്മുടെ ഒരു ലൈഫ് ടൈമിൽ ഏറ്റവും ബെസ്റ്റ് വർക്കായിട്ട് നമുക്കത് മാറ്റാം. അതാണ് അതിന്റെ ബെനിഫിറ്റ്. നമ്മളിപ്പോൾ ഒരു മാസം 10 പെയിന്റിങ് ചെയ്യുന്നത് നല്ലതാ. പക്ഷെ 10 മാസം എടുത്തിട്ട് അതോടൊപ്പം തന്നെ ഒരു ഒരു പെയിന്റിംഗ് പെയിന്റ്. ചെയ്യാൻ നമുക്ക് പറ്റണം. രണ്ടും ഒരുമിച്ച് ചെയ്യണം. രണ്ടും നല്ലതാ, പക്ഷെ രണ്ടും ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതിനെ മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് എന്ന് പറയും. നമ്മുടെ ഒരു നല്ലൊരു ടൈം അതിന് വേണ്ടി കൊടുത്ത് നമ്മുടെ ലൈഫ് ടൈമിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ആർട്ട് വർക്കാക്കി നമുക്കത് മാറ്റാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗാലറിയിലൊക്കെ പോകുന്ന സമയത്ത് കുറെ കൂടി നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. കാരണം അതിനു വേണ്ടി നമ്മൾ എഫേർട്ട് എടുത്തല്ലോ. നമ്മളെടുത്ത Yeah, എഫേർട്ടിനെ കുറിച്ച്, നമ്മൾ യൂസ് ചെയ്ത ടെക്നിക്സിനെ കുറിച്ച്, കളേഴ്സിനെ കുറിച്ച്, അതിനൊക്കെ കുറെ കൂടി ഡെപ്തിൽ നമുക്ക് യുഎസിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റോറി ബിൽഡ് ചെയ്യാൻ yeah, പറ്റും. ഇപ്പം നമ്മൾ ഇതേ റെഫറൻസ് ഇമേജ് എടുത്ത് ഇതേപോലെ തന്നെ വരയ്ക്കുമ്പോൾ നമുക്കതിൽ റെസ്ട്രിക്റ്റഡ് ആവുക ചെയ്യുന്നത് നമ്മൾ ആ ടോപ്പിക്കിൽ. മനസ്സിലാവുന്നുണ്ട്? അതിന് പകരം നേരത്തെ പറഞ്ഞ മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറെ പോസിബിലിറ്റീസ് വരും. yeah. അപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്കില്ല് ഒരു ലെവലും കൂടി നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പുഷ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? പിന്നെ yeah, പിന്നെ എനിക്കെന്ന് വെച്ചാല് ഇങ്ങനെ ഇപ്പൊ നമ്മൾ എക്സിബിഷനൊക്കെ പോകുമ്പോ ബാക്കിയുള്ളവരുടെ എല്ലാം കാണുമ്പോഴേ അത് കുറെ പേരുടെ എല്ലാം കുറെ അബ്സ്ട്രാക്റ്റ് ഒക്കെ ആയിരിക്കും. ഉം. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്താ എനിക്കിങ്ങനെ ലാൻഡ്സ്കേപ്പോ അല്ലെങ്കിൽ അപ്പൊ നമ്മളൊരു ചെറിയ ആ കൂട്ടത്തിൽ നമ്മൾ ചെറിയ ഓൾഡ് ഫാഷൻഡ് ആയിട്ട് തോന്നും ചിലപ്പോ. പക്ഷെ അതേ പറ്റുള്ളൂ എനിക്ക്. ഞാൻ അതേ വരക്കുള്ളൂ. അതാണ് വേറെ ഇത്. ചിലപ്പം ആളെയൊക്കെ വരക്കുന്നത് ഒരു വല്ലാത്ത രീതിയിലൊക്കെ വരക്കുന്നതാണ്. നമുക്ക് അങ്ങനെ ഒരാളെ സങ്കല്പിക്കാൻ കൂടെ പറ്റില്ല. അപ്പൊ എനിക്കിങ്ങനെ വരക്കാൻ പറ്റുള്ളൂ. ഞാനത് തന്നെ ചെയ്യാന്ന് വിചാരിക്കുന്നു. അങ്ങനെയല്ലേ വേണ്ടത്. അതിനെക്കുറിച്ച് അത് മറ്റുള്ളവരുടെ സ്റ്റൈലിനെ കുറിച്ചോ നമ്മുടെ സ്റ്റൈലിനെ കുറിച്ചോ ബോധർ ചെയ്യേണ്ട കാലഘട്ടമല്ല ഇല്ല. ഇപ്പോൾ ഉള്ളത്. പണ്ടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊരു സമയത്ത് സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ മനുഷ്യന്മാരുടെ ചിത്രങ്ങൾ പള്ളിയുടെ ഭിത്തികളിൽ മാത്രമേ, മനുഷ്യന്മാരെന്നല്ല ദൈവങ്ങളുടെ ചിത്രങ്ങൾ പള്ളിയുടെ ഭിത്തികളിൽ മാത്രമേ വരച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് പുതിയ സ്റ്റൈൽ കൊണ്ടുവന്നത്. പോർട്രേറ്റ് വരയ്ക്കുന്ന ഒരു സ്റ്റൈല്, മനുഷ്യന്മാരുടെ രാജാക്കന്മാരുടെ പോർട്രേറ്റ് വരയ്ക്കുന്ന ഒരു സ്റ്റൈല് നവോത്ഥാന കാലഘട്ടത്തിൽ ആർട്ടിസ്റ്റുകൾ കൊണ്ടുവന്നത്. അപ്പോൾ ഈ എല്ലാ ആർട്ട് മൂവ്മെന്റിൽ വന്ന ഓരോ ആർട്ട് സ്റ്റൈലും ഒരു പെർട്ടിക്കുലർ സംഭവത്തിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തത്. മനസ്സിലാവുന്നത്? റിയലിസം സ്റ്റൈൽ വന്നത് ഒരു പെർട്ടിക്കുലർ സംഭവത്തിന്, അന്ന് വരെ നിലനിന്നിരുന്ന ഒരു പെർട്ടിക്കുലർ സംഭവത്തിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഇംപ്രഷനിസ്റ്റിക് സ്റ്റൈൽ വന്നത് അന്ന് വരെ റിയലിസ്റ്റിക് ആയിട്ട് വരച്ചിരുന്ന ഒരു പെർട്ടിക്കുലർ സംഭവത്തിനെ ബ്രേക്ക് ചെയ്യുന്ന റെവല്യൂഷനാണ്. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഒരുവിധം എല്ലാ റെവല്യൂഷനും ബ്രേക്കായി ഇപ്പം നിൽക്കുന്നത് പല ഡിഫറെൻറ്റ് സ്റ്റൈലുള്ള ആർട്ട് വർക്ക്സിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കിവിടെ ഉള്ളത് ചോയ്സാണ്, നമുക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം. മനസ്സിലാവുന്നുണ്ട്? അത് പണ്ട് പറയുന്ന പോലെ തന്നെ ഇംപ്രഷനിസ്റ്റിക് വരച്ച മാത്രമേ കലാകാരനാവൂ, അല്ലെങ്കിൽ റിയലിസ്റ്റിക് മാത്രമേ വരച്ച അങ്ങനെ ഇല്ല ഇപ്പോൾ. കാര്യം ഇപ്പോൾ ലക്ഷക്കണക്കിന് ആർട്ട് സ്റ്റൈൽസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം, ഇഷ്ടമുള്ളത് പ്രസന്റ് ചെയ്യാം. അതിൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും, ഭൂരിഭാഗം പേരും കാണുമ്പോൾ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അതൊക്കെ അവരുടെയാണ്, നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യണ്ട. നമ്മുടെ ആർട്ട് വർക്ക് നമ്മുടെയാണല്ലോ. നമ്മുടെ സ്റ്റൈലാണ്. ഓക്കെ. പ്രത്യേകിച്ച് ആലോചിച്ച് അങ്ങനെ നോക്ക്, ഞാൻ 2014 യൂട്യൂബൊക്കെ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റിയലിസം എന്ന് പറയുന്ന കാര്യം ഗ്ലോബലി ഒന്ന് കയറി വരുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ എനിക്കറിയായിരുന്നു ആ സമയം വരെ എൻ്റെ അടുത്ത് മുതിർന്ന പല ആർട്ടിസ്റ്റുകളും പറഞ്ഞത് റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കുന്നവൻ ആർട്ടിസ്റ്റ് അല്ല, അവൻ ഫോട്ടോ കോപ്പി മെഷീനാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആയി, അവർക്ക് നല്ല റീച്ച് കിട്ടി, കോടിക്കണക്കിന് രൂപയ്ക്ക് അവരുടെ പെയിന്റിംഗ് എല്ലാം സെല്ലായി പോയ സമയത്ത് ആ മിത്ത് ബ്രേക്ക് ആയി. ഇപ്പോൾ റിയലിസവും ആക്സെപ്റ്റബിൾ ആണ്, അബ്സ്ട്രാക്റ്റും ആക്സെപ്റ്റബിൾ ആണ്, ഇംപ്രഷനിസ്റ്റിക് സ്റ്റൈലും എല്ലാ സ്റ്റൈലും ആൾക്കാർ കാരണം സോഷ്യൽ മീഡിയ ഉള്ളതുകൂടി അവയർനെസ് കിട്ടിയ ആൾക്കാർക്ക് ഇതെല്ലാം ആർട്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സ്റ്റൈലിനെ കുറിച്ച് ആലോചിച്ചോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് പെയിന്റ് ചെയ്യാം. പെൻസിൽ ഡ്രോയിങ് കോഴ്സിലെ പെർസ്പെക്റ്റീവ് ഒക്കെ ഇപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ് വരയ്ക്കാൻ. ഞാനൊരു പെൻ ഡ്രോയിങ് ഇട്ടിട്ടുണ്ട്. അത് സാറൊന്ന് നോക്കിയിട്ട് പറയാൻ പറ്റുമോ? കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു പെൻ ഡ്രോയിങ്. അതിന് മുമ്പത്തെ ഒരു ഫീഡ്ബാക്കിൽ സാർ പറഞ്ഞു കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പെൻ ഡ്രോയിങ് ചെയ്യാൻ പറഞ്ഞു. ഇതാണോ? ഇത് അപ്പൊ ഞാൻ ഡിഫിക്കൽട്ട് ആയിട്ടൊന്നും വിചാരിച്ചെടുത്തതാണിത്. അതിന്റെ പെർസ്പെക്റ്റീവ് ഒന്നും അത്ര ശരിയായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പെർസ്പെക്റ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി പാർട്ട് നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് മാത്തമാറ്റിക്കലി ചിന്തിക്കാൻ പോകണ്ട, കൺഫ്യൂഷൻ ആവും. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ ഈ ഫോട്ടോഗ്രാഫ് എടുത്ത ആള് അല്ലെങ്കിൽ ഈ ചിത്രം കാണുന്ന ഒരാൾ ഇവിടെ ആയിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കും അല്ലേ? അതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. കാരണം അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ചെറുതായി പോകുന്നത്. ഇവിടെ ആയിരിക്കും ആള് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഈ ഒരു ചെടിച്ചട്ടിയാണ് അല്ലേ?
Yeah. ഏറ്റവും ദൂരെയുള്ളത് ഈ ഒരു ചെടിച്ചട്ടിയാണ്. പെർസ്പെക്റ്റീവിന്റെ ഏറ്റവും Yeah. സിമ്പിൾ തിയറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തു ഒരാളുടെ അടുത്ത് നിൽക്കുമ്പോൾ വലുതായി കാണും, ദൂരെ പോകുമ്പോൾ ചെറുതായി കാണും. Yeah. അപ്പൊ എന്താ പക്ഷെ ചെയ്യണമെന്ന് വെച്ചാൽ ആ പടത്തില് ഇങ്ങനെ ഉം. പല സൈസ് ചെടിച്ചട്ടികളാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോ ചിലത് ചെറുതും മുമ്പിൽ ചെറുതും വലുതും ഒക്കെ ആയിട്ട് വന്നത്. അല്ലെങ്കിൽ അവിടെ ശരിക്കും അവിടെ പെർസ്പെക്റ്റീവ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ ഇപ്പൊ ഇൻട്രസ്റ്റിൽ നിന്ന് റെഫറൻസ് പിക്ചർ എടുക്കുമ്പോൾ ഇപ്പൊ മാമിന്റെ പിക്ചർ ഇപ്പൊ ഇത് നെറ്റിൽ ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിൻട്രസ്റ്റിൽ വരും. മനസ്സിലാവുന്നുണ്ടോ? Yeah. ഇത് അതായത് ഇൻട്രസ്റ്റിംഗ് എടുത്ത. പിൻട്രസ്റ്റ് എടുത്ത പിൻട്രസ്റ്റിൽ നിന്ന് ചിത്രങ്ങൾ എടുക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കരുത്. എല്ലാം Okay. പെർഫെക്റ്റ് അല്ല. അത് ചിലപ്പോൾ ബിഗിനേഴ്സ് ഉള്ള വരച്ചവരുണ്ടായിരിക്കും, വരയ്ക്കാൻ അറിയാത്തവർ വരച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച തിയറി വെച്ചിട്ട് അത് ഇമ്പ്രൂവ് ആക്കണം. അതേപടി കോപ്പി ചെയ്ത് Okay. കഴിഞ്ഞാൽ റിസൾട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അവിടെ ചെടിച്ചട്ടി Okay. ഡിഫറെൻറ്റ് സൈസിലൊക്കെയാണ് വരച്ച് വെച്ചിരുന്നെങ്കിൽ നമുക്കത് പെർസ്പെക്റ്റീവ് നമ്മൾ പഠിച്ചു തരണം. കാണുന്നൊരു വ്യൂവറിന്, ചിത്രം കാണുന്ന ഒരാൾക്ക് അത് പെർസ്പെക്റ്റീവ് ആണെന്ന് അറിയിക്കാനായിട്ട് ചെടിച്ചട്ടിയുടെ സൈസ് നമുക്ക് ഡിഫറെൻ്റ് ആക്കാം. അത് മാത്രമല്ല, Okay. ഈ ഒരു ബ്രിക്ക് ഉണ്ടല്ലോ, ഈ ഒരു ബ്രിക്ക് തീർച്ചയായിട്ടും ഈ ഒരു സൈഡിലോട്ട് പോകുന്ന സമയത്ത് ഗ്രാജുവലി ചെറുതായി വരും. അത് നമുക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു പീസിനേക്കാളും ഓൾറെഡി ഒരു ചെറിയ സൈസ് ഡിഫറൻസ് ഉണ്ട്. എന്നിരുന്നാൽ ഇതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റും. പിന്നെ നോക്കി ഈ ഒരു ഹൈറ്റ് കണ്ടോ, ഇത് ദൂരേക്ക് പോകുമ്പോൾ ഇതിനേക്കാളും ഹൈറ്റ് കുറയും. അത്രേ ഉള്ളൂ. ആ കോൺസെപ്റ്റ് മനസ്സിലായി. ദൂരേക്ക് പോകുന്നതോറും ചെറുതായി പോകുന്ന പോലെ ഫീലും കൊണ്ടുവന്നാൽ മതി. അതുപോലെ തന്നെ ഈ പടി ഈ ഒരു സൈസിലാണ് ഇവിടെ എങ്കിൽ ദൂരേക്ക് പോകുമ്പോൾ അത് ചെറുതായി ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ചെറുതായി വരും. അത്രയുള്ള പരിപാടി. ഈ കല്ലുകൾ ചെറുതായി വരും, ഇതൊക്കെ ഈ ബ്രിക്ക് ഇതിന്റെ സൈസ് ചെറുതായി വരും. അത്രയുള്ള കാര്യം. കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. നമ്മുടെ മറ്റേ തിയറി പാർട്ട് ചിന്തിച്ച് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കി കഴിഞ്ഞാൽ വരയിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല. റൈറ്റ് സൈഡിലെ മതിൽ തെറ്റിപ്പോയതാ. ശരിക്കും ഈ ലെഫ്റ്റ് സൈഡിലെ മതിൽ പോലെ തന്നെ വരേണ്ടതായിരുന്നു. പിന്നെ ഞാൻ അത് വരച്ച് കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത് എനിക്ക്. പിന്നെ ഞാൻ ഇത്രയും വരച്ചത് കൊണ്ട് പിന്നെ അതൊന്നും ചെയ്യാൻ പോയില്ല. അത് ഇച്ചിരി തെറ്റാണ്. ഇതുപോലെ തന്നെയായിരുന്നു അത് വരേണ്ടത്, ലെഫ്റ്റ് സൈഡിലെ മതിൽ പോലെ തന്നെ. പിന്നെ ഡയറക്ഷണൽ ലൈൻസ് നോക്കുക. അതായത് ഇതെല്ലാം ഇങ്ങനെ ഒരു പോയിന്റിലോട്ട്, 1 പോയിന്റ് പെർസ്പെക്റ്റീവ് ആണല്ലോ, ഇതെല്ലാം ഇങ്ങനെ ഒരു പോയിന്റിലോട്ട് എത്തുന്ന പോലെ ആയിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ബ്രിക്കിന്റെ നിരകളും അങ്ങനെ തന്നെ പോവും. മനസ്സിലാവുന്നുണ്ടോ? ഇതിപ്പോ വരച്ചപ്പോൾ ഈ ഡയറക്ഷൻ, അതാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഈ ഡയറക്ഷൻ താഴത്തോട്ട് പോയി, അങ്ങനെയല്ല വരണ്ടേ, ഈ ഒരു ഡയറക്ഷൻ തന്നെ വരും. കാരണം ഇതെല്ലാം ഒരേ പോയിന്റിലോട്ട് പോകുന്നത്. അപ്പൊ ബ്രിക്കിന്റെ ഡയറക്ഷൻ വരെ നമ്മൾ അവിടെ നോക്കേണ്ടി വരും. ഇപ്പൊ ഈ ലൈൻ ആണെങ്കിലും ഈ ലൈൻ കണ്ടോ, ഈ ബ്രിക്കിന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. ചിലപ്പോൾ റെഫറൻസ് ഇമേജ് എടുത്തതിന്റെ കുഴപ്പമായിരിക്കും. അപ്പോൾ റെഫറൻസ് ഇമേജ് എടുക്കുമ്പോൾ ഇനി നമ്മൾ പഠിച്ചതും കൂടി വെച്ചിട്ട് ചിന്തിച്ചിട്ട് അത് ബെറ്റർ ആക്കി വരച്ചോളൂ. റെഫറൻസ് ഇമേജ് അതേപടി കോപ്പി ചെയ്യുന്ന വരും, അത് ബെറ്റർ ആക്കാൻ നമ്മുടെ അതേ രീതിയിൽ നോക്കാം. പിന്നെ പെൻസിൽ ഡ്രോയിങ് കാരണം ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും ഒരു ലാൻഡ്സ്കേപ്പ് ഇത് താഴെ അതിന്റെ താഴെ പെൻസിൽ അപ്ഗ്രേഡ് ചെയ്തായിരുന്നോ? അപ്പൊ ഷെയ്ഡിങ് പെൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? ഞാനിത് വെറുതെ HB വെച്ച് മാത്രം ചെയ്ത് നോക്കിയതാ. എൻ്റെ ഉണ്ട്, എല്ലാ പെൻസിലും ഉണ്ട്. ഇത് ഞാൻ HB വെച്ചിട്ട് 2-3 ലേയേഴ്സ് ചെയ്ത് നോക്കിയതാ. ഒറ്റ പെൻസിൽ വെച്ച് എങ്ങനെ ഡാർക്കർ ആക്കാൻ പറ്റുമെന്ന്. അപ്പൊ ഇതിലെന്തെങ്കിലും ലാൻഡ്സ്കേപ്പിൽ എനിക്ക് ഒരു കമന്റ് പറയാം, ഞാൻ കാണിച്ചു തരാം. അത് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ട്, ഹൊറൈസോൺ എന്നല്ല അതിനെ പറയാം, ഹൊറൈസോൺ ചക്രവാളം, ആ ലൈൻ കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കിയിട്ട് ചെരിഞ്ഞു പോരുത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ പല ചിത്രങ്ങളിലും അതിനൊരു ചെരിവ്, ഇപ്പൊ ഇതിനാണെങ്കിലും ആ ഹൊറൈസോൺ ചെരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത കുറച്ച് താഴെയായിരുന്നു അത്, നമ്മുടെ ആ കോഴ്സിലുണ്ടായിരുന്ന ലാൻഡ്സ്കേപ്പ് വരച്ചാണെങ്കിലും അതിന്റെ സൊല്യൂഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആ ഹൊറൈസോൺ വരയ്ക്കുക, ആ ലൈൻ ഇടുക, അതിനുശേഷം ബാക്കി ഉള്ളത് കണ്ടോ, ഇത് കണ്ടോ, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇത് ഇത്തിരി കൂടി ഒന്ന് സ്ട്രെയിറ്റ് ആവാനുണ്ട്. ഇതും കുറച്ചൊന്ന്, അതുപോലെ തന്നെ വീടുകളും ഇത് ഒന്ന് പാരലലി വരാനുണ്ട്. അത് ഹൊറൈസോൺ വരയ്ക്കാത്തതിന്റെ കുഴപ്പം. ഇപ്പൊ ലാൻഡ്സ്കേപ്പ് വരയ്ക്കുമ്പോൾ ചെരിഞ്ഞും വരാട്ടോ, ചെരിഞ്ഞെടുക്കുന്ന ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ ചെരിഞ്ഞു വരാം. പക്ഷെ നാച്ചുറലി കാണുന്ന ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന സമയത്ത് കാണുന്ന ഒരാളുടെ ഫീൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടി ഒരു സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ഒരു സ്മൂത്ത്, ഒരു സൂത്തിങ് ഫീലാണ് കിട്ടേണ്ടത്. അപ്പോൾ ആ ലാൻഡ്സ്കേപ്പിന്റെ പിക്ചർ ഇങ്ങനെ ചെരിച്ചൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡൈനാമിക് ആയി, അതായത് ഒരു മൂവ്മെന്റ് ഒക്കെ ക്രിയേറ്റ് ആവും. അത് പലപ്പോഴും കാണുന്ന ഒരാൾക്ക് ഒരു അസ്വസ്ഥത ക്രിയേറ്റ് ചെയ്യപ്പെടും. കാരണം നമ്മുടെ മനസ്സിലുള്ള പിക്ചർ ആയിരിക്കില്ല അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ലാൻഡ്സ്കേപ്പ് വരയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ഹൊറൈസോൺ വരച്ചിട്ട് കറക്റ്റ് പ്ലേസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അത്
ഇങ്ങനെ മനസ്സിലുണ്ട്, പക്ഷെ ചിലപ്പോഴൊക്കെ അത് വിട്ടുപോകും. അത് ഫസ്റ്റ് എനിക്കറിയാം സ്റ്റെപ്പിൽ അതാണ് തന്നെ ചെയ്ത് ലൈൻ അങ്ങ് വരച്ചാൽ മതി, പിന്നെ ഇഷ്യൂ ലൈൻ ഉണ്ടാവില്ല. വരയ്ക്കുന്നത്. സ്കെയിൽ വെച്ചിട്ട് ലൈൻ വരച്ചാൽ മതി. പിന്നെ അപ്പൊ പെയിന്റിങ്ങിൽ ഞാൻ എന്താ ഇമ്പ്രൂവ്മെന്റ്, ഡ്രോയിങ്ങിൽ ഇനി എന്താ ഇമ്പ്രൂവ്മെന്റ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റും? ഇനി ഡ്രോയിങ്ങിൽ ഓൾറെഡി പ്രാക്ടീസ് എങ്ങനെ? നടക്കുന്നുണ്ട്, ഇപ്പൊ കുറെ തിയറി പാർട്ട് പഠിക്കുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞ പോലെ ആ സ്റ്റെപ്പ് എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ ഒരു ആർട്ട് വർക്ക്, ഒരു മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് കുറച്ച് ടൈം എടുത്ത് ചെയ്യുക. മനസ്സിലായി? രണ്ടും നടക്കണം. പ്രാക്ടീസ് നടക്കണം, അതുപോലെ തന്നെ മാസ്റ്റർ പീസ് ആർട്ട് വർക്ക്. പ്രാക്ടീസ് മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ അതിൽ മാത്രം ചുരുങ്ങിപ്പോകും. കാരണം ഇപ്പൊ ആലോചിച്ച് നോക്കൂ, Yeah. ഈ വരയ്ക്കുന്ന പെൻ ഡ്രോയിങ് ഇതേപോലെ തന്നെ അടുത്ത വർഷവും അതിന്റെ അടുത്ത വർഷം ഒരു 10 വർഷം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ പോകും. ഇതിൽ വലിയ മാറ്റങ്ങൾ ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് സംഭവിക്കാനുള്ള സിറ്റുവേഷൻസ് കുറവാണ് നമുക്ക്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു മാസ്റ്റർ പീസ് ആർട്ട് വർക്കും കൂടി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ പുഷ് ചെയ്യും. നമ്മളൊരു സേഫ് സോണിൽ നിൽക്കുമ്പോൾ കുറച്ചും കൂടി നമ്മൾ തന്നെ പുഷ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു നല്ലൊരു ടോപ്പിക് എടുക്കുക, കളർ തീം സെറ്റ് ചെയ്യുക, അതിൻ്റെ അകത്ത് ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യാൻ നോക്കുക. കളർ കളർ തീം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കളർ തീം കോംപ്ലിമെന്ററി ആയിരുന്നു. അനലോഗസ് എടുക്കാം, അറിയാലോ, പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ഡിഫറെന്റ് രീതിയിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത എഫേർട്ട് എടുത്തിട്ട് നല്ലൊരു ആർട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ സ്റ്റേജിൽ നമുക്ക് വേണ്ടത്. കാര്യം ഇപ്പൊ കുറെ പ്രാക്ടീസ് ചെയ്തു, കുറെ ചിത്രങ്ങൾ കണ്ടു, കുറെ വരയ്ക്കുന്നുണ്ട്. ഇനി ഒരു മാസ്റ്റർ പീസ് ആർട്ട് വർക്കാണ് നമുക്ക് വേണ്ടത്. അതിലോട്ട് വർക്ക് ചെയ്താൽ മതി. ആൻഡ് അതിലോട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറെ ക്വസ്റ്റ്യൻസ് മനസ്സിൽ വരും. എൻ്റെ പ്രാക്ടീസ് മുടങ്ങുന്നുണ്ടോ? പെൻ ഡ്രോയിങ് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പോഴൊക്കെ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെ, അപ്പോഴൊക്കെ 1 by 1 ആയിട്ട് അതിന് ആൻസർ കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? എല്ലാത്തിനും ഒരുമിച്ച് ആൻസർ കൊടുക്കാൻ പറ്റൂല. ഇപ്പൊ ചിലപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ വരും. എനിക്ക് കോഴ്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, പെൻ ഡ്രോയിങ് നടക്കുന്നില്ലല്ലോ, പെൻസിൽ ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്കില്ല് പോകുമല്ലോ. അപ്പോൾ 1 by 1 ആയിട്ട് ആൻസർ കൊടുക്കുക. അതായത് പെൻ അപ്പൊ ഡ്രോയിങ് ആ നടക്കുന്നില്ലെന്ന് പ്രശ്നം വെച്ചു. ഉണ്ട്. പ്രശ്നം എനിക്കുണ്ട് എന്ന് വെച്ചാല്, പെൻ ഡ്രോയിങ് തുടങ്ങി കഴിഞ്ഞ് പിന്നെ അത് തീർത്തിട്ടാണ് ഞാൻ പെൻസിൽ എടുത്തത്. പെൻ ഡ്രോയിങ് സ്കെച്ച് ബുക്ക് അതെല്ലാം ഒറ്റയടിക്ക് തീർത്ത് 52 ചെയ്തിട്ടാണ് പിന്നെ വേറൊരു ഡ്രോയിങ് ചെയ്തത്. അപ്പം എല്ലാം കൂടെ എനിക്ക് ചെയ്യാൻ പറ്റണില്ല. പെയിന്റിങ്ങും ഡ്രോയിങ്ങും പ്രാക്ടീസും എല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ പെൻ ഡ്രോയിങ് നിർത്തി. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കോഴ്സ് ചെയ്തത്. ഞാനൊരു 53 ഡ്രോയിങ് കഴിഞ്ഞപ്പോൾ ഞാനത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. ഞാനിപ്പോൾ കുറച്ച് വാട്ടർ കളർ വർക്കുകൾ അവിടെ എടുത്ത് വെച്ചു. വാട്ടർ കളർ കുറച്ച് പ്രാക്ടീസ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അടുത്ത വർഷത്തേക്ക് ഒരു 3 or 4 മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് മാത്രമാണ് അടുത്ത വർഷത്തേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സൈഡിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത് അത് നാച്ചുറലാണ്. അങ്ങനെ തന്നെയാണ്. ഞാൻ വിചാരിക്കുന്നത് നാളെ 1-ാം തീയതി ഇവിടെ 1-ാം തീയതി തുടങ്ങി 3 ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. കുറച്ച് അക്രിലിക്, ഒരു വാട്ടർ കളർ ഞാനിപ്പോ ടച്ച് വിട്ടത് ഒരു 6 മാസം പഠിച്ചാണെങ്കിലും ടച്ച് വിട്ടു. അപ്പൊ ഇനി കുറച്ച് വാട്ടർ കളറും ഡ്രോയിങ്ങും പ്രാക്ടീസും എല്ലാം കൂടെ നടക്കുമെന്നറിയില്ല. എന്നാലും അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിക്കണേ. നാളെ തുടങ്ങി ഒരു ഇയർലി ടൈം ടേബിൾ ഉണ്ടാക്കുക. ഏതൊക്കെ മാസമാണ് ഏതൊക്കെ ടൂളിൽ വർക്ക് ചെയ്യാന്ന് പ്ലാൻ ചെയ്യുക. അതിൻ്റെ അകത്തുനിന്ന് ഒരു ഡെയിലി ടൈം ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ടൈം ടേബിൾ ഉണ്ടാക്കി. ഡിസംബർ മാസം ഞാൻ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള അക്രിലിക് പെയിന്റിങ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ 3 മാസം, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 3 മാസം അതിനു വേണ്ടി മാറ്റി വെച്ചു. അടുത്തൊരു 3 മാസം ഞാൻ പെൻ ഡ്രോയിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കുകയെന്ന് വിചാരിക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ഈ 3 മാസം ഇതിന് വേണ്ടിയിട്ടാണ്, ഈ 3 മാസം ഇതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ ഡിസംബറിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നതാണ് അക്രിലിക് പെയിന്റിങ് ചെയ്യാൻ എനിക്ക് മൂഡില്ലാന്ന് തോന്നി. അപ്പം തന്നെ നമുക്ക് പ്ലാൻ മാറ്റാം. പെൻ ഡ്രോയിങ് ഈ സ്ലോട്ടോട്ട് ഇട്ടിട്ട് അക്രിലിക് പെയിന്റിങ് അടുത്ത സ്ലോട്ടിലോട്ട് മാറ്റാം. ഇത് എഴുതി വെക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും. ഇത് നമ്മുടെ ബ്രെയിനിലിട്ട് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് നടക്കില്ല. ഇത് എഴുതി വെച്ചിട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്ത് ചെയ്താൽ മതി. ഇപ്പോൾ 2 മാസം പറഞ്ഞു. സോറി, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 3 മണിക്കൂർ കിട്ടും, ഒരു വിത്തൗട്ട് എനി ഇന്റർഫിയറൻസ്. അപ്പൊ ആ 3 മണിക്കൂറിൽ ഞാനിങ്ങനെ ഓരോ മണിക്കൂർ ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് എല്ലാവർക്കും പറ്റുമോ, ഡിഫിക്കൽട്ട് ആവോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഒരു ആർട്ട് വർക്ക് ശരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് 2 മണിക്കൂറാണ് ഒരു ആവറേജ്. വരയ്ക്കുന്ന ആൾക്കാരുടെ ഒരു ആർട്ട് വർക്കിന് മേലെ ഫുൾ ഫോക്കസ്ഡോടുകൂടി ആർട്ടിസ്റ്റുകൾ, നോർമലി മനുഷ്യർക്ക് അറിയാലോ, നോർമലി കുറെ കാലം, ഇപ്പോഴത്തെ അല്ല, നമുക്ക് ടിക്ടോക്ക് ഒക്കെ വരുന്നതിനൊക്കെ മുമ്പ് 45 മിനിറ്റ് ആണ് പറയുന്നത് ഒരു സംഭവം ശ്രദ്ധിച്ച് പഠിക്കാനും ചെയ്യാനുള്ള ഒരു ടൈം. അതുകൊണ്ടാണ് നമ്മുടെ സ്കൂളിലൊക്കെ 45 മിനിറ്റിന്റെ പീരീഡ് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അത് മാറി. ഇപ്പൊ അത്ര പോലും ഇല്ല എന്ന് പറയും. ഇപ്പൊ സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ ഒരാൾക്ക് ഒരു കാര്യത്തിലേക്കുള്ള ശ്രദ്ധ. പക്ഷെ ആർട്ടിസ്റ്റുകൾക്ക് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്ന കാരണം നമുക്കൊരു കാര്യത്തിൽ മാക്സിമം പോയാൽ 2 മണിക്കൂർ വരെ ശ്രദ്ധിക്കാൻ പറ്റും. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ?
നമ്മുടെ 2 മണിക്കൂർ വരെ നമുക്ക് അതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റും. അത് അപ്പൊ കഴിയുമ്പോൾ മടുത്തു പോകും. അത് കഴിയുമ്പോൾ മടുക്കും. അപ്പൊ ഏറ്റവും മടുക്കും. ബെസ്റ്റ് ഒരു ലോങ് സ്ലോട്ട് എടുക്കുക. ആ ലോങ് സ്ലോട്ടിൽ എന്താണ് ചെയ്യുന്നത് അതങ്ങ് ഫില്ല് ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. മറ്റേത് ട്രൈ നോക്കിക്കോ. മറ്റേത് ട്രൈ ചെയ്തിട്ട് ഫെയിലിയർ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. മറ്റേത് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് അങ്ങനെയാണെങ്കിൽ ഡൗട്ടുണ്ട്. ഓരോ ദിവസം വെക്കണം. ഈ പറഞ്ഞ 3 ഓരോ ദിവസം പകരം ഓരോ ദിവസം വെക്കണമായിരിക്കും ഓരോ കുറച്ചും ദിവസം കൂടി നല്ലത്. മിനിമം 3 മണിക്കൂർ എനിക്ക് കിട്ടും. ഉം. അതിൽ കൂടുതൽ കിട്ടിയാലേ ഉള്ളൂ. മിനിമം എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്യാൻ നോക്കട്ടെ. ഇനി ഒരു മാസം അങ്ങനെ ട്രൈ ചെയ്യാം. ഒരു മാസം ഇല്ലെങ്കിലും കുറച്ച് 10-20 ദിവസം പിന്നെ ക്രിസ്മസ് ഒക്കെ വരില്ലേ, അപ്പോഴേക്ക് കുറച്ച് ബ്രേക്ക് വരും. എന്റെ ഒരു ഇവാലുവേഷൻ പറയാൻ പറ്റുമോ? നല്ല രീതിയിൽ തന്നെ പോകുന്നത്. ഇപ്പോൾ പ്രാക്ടീസിന്റെ ഒരു വിടവ് ഉണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. നമ്മുടെ ഈ ഒരു ലൈഫ് ടൈമിലോട്ട് വരുന്നവരെ അറിയാലോ, സ്വന്തമായിട്ട് നോക്കുമ്പോൾ അറിയാലോ. അപ്പോൾ ആ ഒരു പ്രാക്ടീസിന്റെ വിടവ് മാറി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് ടോപ്പിക്കുകൾ ഇപ്പോൾ ധൈര്യമായിട്ട് വരയ്ക്കാൻ നല്ലൊരു സൈനാണ്. ധൈര്യമായിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ കുറെ കൂടി എഫേർട്ട് എടുത്ത് നമ്മുടെ ഒരു ഡ്രീം വർക്ക് എന്നൊക്കെ പറയും. ഒരു ആർട്ടിസ്റ്റിന് എപ്പോഴും ഒരു സ്വപ്നം കാണുന്ന ഒരു പെയിന്റിങ് ഉണ്ടായിരിക്കും. അതിലോട്ട് അതൊരു വലിയ വർക്ക് വർക്കായിരിക്കണ്ടേ? ഒരു വലിയ വർക്കായിരിക്കും. ഇഷ്ടമുള്ള പോലെ ചെയ്യാം. വലുതാവാൻ ചെറുതാവാൻ നമ്മുടെ ഇഷ്ടം. നമ്മുടെ ഡ്രീം എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അതിലോട്ട് എനിക്ക് എത്താനുള്ള സ്റ്റെപ്സ് എടുത്തോളൂ. ചാർക്കോൾ ക്യാൻവസിൽ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ ചാർക്കോൾ പെൻസിൽ വെച്ച് ഒരുപാട് വരച്ചിട്ടുള്ളൂ ഇതുവരെ. പക്ഷെ എന്തെങ്കിലും ഒരു വലിയ ക്യാൻവസിൽ ചാർക്കോൾ പെൻസിൽ വെച്ച് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതും മരങ്ങളോ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് തന്നെ ചെയ്യണം എന്നുണ്ട്. അത് ക്യാൻവസിൽ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? ചാർക്കോൾ ക്യാൻവാസിൽ ചെയ്യാൻ പറ്റില്ല, പേപ്പറിലാണ് ചെയ്യുന്നത്. ആണോ? ക്യാൻവാസിൽ പിടിക്കില്ല, ബുദ്ധിമുട്ടായിരിക്കും. പിടിക്കില്ല. ഓക്കെ. ഐവറി ചാർക്കോൾ ചെയ്യാനായിട്ട് ഷീറ്റ് ഐവറി ഷീറ്റ് കുറച്ചും കൂടി സ്മൂത്ത് ആണ്. ഒരു മീഡിയം സർഫസ് ആണ്. ചാർക്കോളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് പേപ്പറിൽ പിടിക്കണമെങ്കിൽ ഒരു മീഡിയം സർഫസ് ആണ്. ഞാൻ യൂസ് ചെയ്തത് ബ്രിസ്ട്രോ ഫാബ്രിയാനോ ബ്രാൻഡിന്റെ വലിയ റോള് വാങ്ങാൻ കിട്ടും. റോളായിട്ട് പേപ്പർ വാങ്ങാൻ കിട്ടും, മീഡിയം സർഫസ്. അത് മിക്സഡ് മീഡിയ ആണ് പേപ്പർ. അപ്പോൾ ഒരു ചെറിയൊരു റഫ്നെസ് ഉണ്ടായിരിക്കും. പെട്ടെന്ന് കീറിപ്പോയില്ല. ഒരുപാടല്ല. ആ ചാർക്കോൾ അതിൻ്റെ അകത്ത് പിടിക്കാനുള്ള ഗ്രിപ്പ് പേപ്പറിന് വേണം. ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് എനിക്കറിയില്ല. പെൻസിൽ ഡ്രോയിങ്ങിന് സാധാരണ ഐവറി ഷീറ്റ് മതി. പെൻസിൽ ഡ്രോയിങ് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ സ്മൂത്ത് ബ്ലെൻഡിങ് ഒക്കെ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ് ഏറ്റവും നല്ലത്. അതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഐവറി ഷീറ്റ് ആണ്. ഞാനിപ്പോൾ ഐവറി ഷീറ്റ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഐവറി ഷീറ്റിൽ ഞാൻ പെൻ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി വലിയ സൈസ് പെൻ ഡ്രോയിങ് 3 ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പെൻസിൽ ചെയ്തിട്ടില്ല. പെൻസിൽ ഈ സ്കെച്ച് ബുക്കിൽ ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. ഡ്രോയിങ് ബുക്കിലും സ്കെച്ച് ബുക്കിലും ചെയ്തിട്ടുള്ളത്. എന്റെ പുതിയ സ്കെച്ച് ബുക്ക് 100 പേജിന്റെ സ്കെച്ച് ബുക്ക് തീരാറായി. ഒക്ടോബർ സാറ് സ്കെച്ച് ബുക്ക് ലെസൺസ് തന്നില്ലേ, കോഴ്സ്, ആ സമയത്ത് തുടങ്ങിയതാണ്. ഒരു 10 പേജ് അത്രേ ഉള്ളൂ. കുറെയൊക്കെ പക്ഷെ തെറ്റിയൊക്കെ പോയിട്ട് വിട്ട് കളഞ്ഞ പേജസ് ആണ്. പിന്നെ അല്ലാതെ എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. അത് സ്കെച്ച് ബുക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. കോഴ്സിലോട്ട് വരാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട്, ഓൺലൈനായിട്ട് ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ? കാരണം എല്ലാവരും ശീലിച്ചതുപോലെ ഒരു സ്ഥലത്ത് പോയിട്ട് ഓഫ്ലൈനായിട്ട് സാറിൻ്റെ മുമ്പിൽ വെച്ച് പഠിക്കാനുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ഓൺലൈനായിട്ട് ഇത് വർക്കാവോ, ഇത് ചെയ്യാനായിട്ട് പറ്റുമോ, എല്ലാവർക്കും ഏത് പ്രായത്തിലുള്ളവർക്ക് പറ്റുമെന്നൊക്കെ ഡൗട്ടുണ്ട്. അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? മാമിന് ഇപ്പോൾ എൻ്റെ കൂടെ കൂടിയിട്ട് ഏകദേശം 2 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. എന്താ പറയാനുള്ളത്? ഓൺലൈനായിട്ട് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും. ഓൺലൈനായിട്ട് നമ്മൾ വീഡിയോ കണ്ട് വരയ്ക്കുന്നത് കണ്ട് പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് എന്തായാലും പഠിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ പാറ്റേണിൽ വളരെ എളുപ്പത്തിൽ എല്ലാം ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ വീക്ക്ലി മീറ്റിംഗ് ഉണ്ട്, ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ പോസ്റ്റ് ചെയ്യാം. പിന്നെ സാറിന്റെ ഫീഡ്ബാക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട് വീക്ക്ലി മീറ്റിംഗിൽ കൂടെ. അതുകൊണ്ട് ഓൺലൈനായിട്ട് നേരത്തെക്കാളും എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും എന്നാണ് എൻ്റെ അഭിപ്രായം. ഓൺലൈനിൽ ഒരു പ്രശ്നം, റെക്കോർഡർ മാത്രമാകുമ്പോൾ നമുക്ക് മടി പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് വീക്കിലി മീറ്റിംഗ് ഗ്രൂപ്പ് ഒക്കെ ഉള്ള കാരണം കവറപ്പ് ചെയ്ത് പൊക്കോളും. ആവശ്യം നമുക്ക് ഇപ്പൊ വരുന്നില്ല. സാറിന്റെ ഇങ്ങനെ റിവാർഡ്സ് ഒക്കെ കൂടെ വരുമ്പോൾ അതൊരു എൻകറേജ്മെന്റ് ആണ്. അത് ഇൻസ്പയറിംഗ് ആണ് കുറച്ചും കൂടെ റിവാർഡ്സ് കിട്ടാൻ വേണ്ടി. ശരിക്കും വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ഞാൻ അതും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കാം. കുറെ റിവാർഡ് സെഷൻ കംപ്ലീറ്റ് ആക്കി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി നമ്മുടെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് കുറെ ടാസ്കുകൾ നമ്മളുണ്ട്, കുറെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്തിട്ട് ആദ്യം അവർക്ക് കൊടുക്കുന്ന റിവാർഡാണ് കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് വന്ന് കുറേ ചിത്രങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ചിത്രത്തെ കുറിച്ച് സംസാരിക്കും. ഇതുപോലെ ലൈവായിട്ട് വന്ന്
സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടി, ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടി. ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ അച്ചീവ്മെൻ്റ് എടുത്ത സ്റ്റുഡൻസിനാണ് നമ്മൾ കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കൊടുക്കുന്നത്. അത്തരത്തിൽ റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് ലൈല മാം നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ഇനിയും അടുത്തടുത്ത റിവാർഡുകൾ നമുക്കുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുക. അപ്പോൾ അടുത്തടുത്ത റിവാർഡ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ എന്താണ് ഒരു വർഷത്തെ ഗോൾ എന്താണ് വെച്ചിരിക്കുന്നത് ആർട്ടിൽ? സോളോ ആർട്ട് എക്സിബിഷൻ, സോളോ എക്സിബിഷൻ ചെയ്യണം എന്നുണ്ട്. സോളോ എക്സിബിഷൻ ചെയ്യണമെന്നാണ് ഗോൾ വെച്ചിരിക്കുന്നത്. സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വേറെ രണ്ടുപേരും കൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ പറ്റും, ചെയ്യണം എന്ന്. അതൊരു വലിയൊരു ഇൻസ്പിറേഷൻ ആയിട്ട് കിടക്കുന്നുണ്ട്, ഒരു ആഗ്രഹമായിട്ട് കിടക്കുന്നുണ്ട്. പറ്റിയാൽ ചെയ്യും, അടുത്ത വർഷാവസാനത്തിന് മുമ്പ് ചെയ്യണം എന്നുണ്ട്. അതൊന്ന് നോട്ടിലൊന്ന് എഴുതിക്കോ, ഇപ്പൊ കയ്യിലിരിക്കുന്ന ബുക്കിലൊന്ന് എഴുതിക്കോ. സാർ ആദ്യത്തെ എക്സിബിഷന് വന്നപ്പോ കാണാൻ വന്നപ്പോ എന്റെ ബുക്കിൽ എഴുതിയതാണത്. സോളോ എക്സിബിഷൻ ചെയ്യണം. അത് പലരും എന്നെ എൻകറേജ് ചെയ്യുന്നുണ്ട് ചെയ്യാനായിട്ട്. അങ്ങനെ പറയുമ്പോൾ എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൂടി വരുന്നുണ്ട്. പക്ഷെ അത് അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യണം. നാട്ടിൽ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ അടുത്തൊരു വർഷത്തെ ഗോൾ ഒരു സോളോ എക്സിബിഷൻ ചെയ്യാന്നുള്ളതാ. അതിന് ചലഞ്ച് ആയിട്ട് വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്? അത് അച്ചീവ് ചെയ്യാനായിട്ട് ചലഞ്ചിങ് ആയിട്ട് വരുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് ഉള്ളത്? ചലഞ്ചിങ് എന്ന് പറഞ്ഞാല് എനിക്ക് അതിന്റെ പ്രിപ്പറേഷൻസും, ഇപ്പൊ പടം വരയ്ക്കുന്ന ഇതല്ല, അതിപ്പോ ഞാൻ തന്നെ ചെയ്യണമല്ലോ. അത് ഞാൻ ചെയ്യും, അത് ഞാൻ ചെയ്യണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളാണ് എന്താ പറഞ്ഞ, ബാക്കിയുള്ള അതിനുള്ള പ്രിപ്പറേഷൻ വേറെ ഇല്ലേ, ഹാള്, പിന്നെ അത് നടത്തുന്ന, അതിനൊക്കെ കുറച്ച് ചാലഞ്ചസ് ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ളത് ഉണ്ട്. അത് നോക്കാം എന്തായാലും. ടെൻഷൻ ഒന്നും വേണ്ട. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഡ്രീമിലേക്കുള്ള, ഈ ഗോളിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനിങ്ങനെ ഡിസൈഡ് ചെയ്ത് എന്തൊക്കെ പടങ്ങൾ വേണം എന്ന് ഞാൻ പറഞ്ഞില്ലേ സാറിനോട്. എനിക്ക് എല്ലാ മീഡിയവും ചെയ്യണം എന്നുണ്ട്, എല്ലാ മീഡിയവും. ഇപ്പൊ ഓയിൽ എൻ്റെ കുറച്ചുണ്ട്, പക്ഷെ ഇനിയും ഒരെണ്ണമെങ്കിലും ഒരു ഓയിൽ വിത്ത് നൈഫ്. ഞാൻ ഇനി ബ്രഷ് വെച്ച് ചെയ്യില്ല ഓയില്, അതിന് മെനക്കേടാ. പക്ഷെ നൈഫാണെങ്കിൽ തുടച്ചങ്ങ് കളഞ്ഞാൽ മതി. അതുകൊണ്ട് ഒരു ഓയിൽ ചെയ്യണം. പിന്നെ അക്രലിക് മെയിനായിട്ട് ചെയ്യണം. വാട്ടർ കളർ ചെയ്യണം. ഞാൻ വാട്ടർ കളർ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഇനി തിരിച്ചു വന്നിട്ട് ഇനിയും പഠിക്കുന്നുണ്ട്. വാട്ടർ കളർ ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ ചാർക്കോളും പെൻസിലും പെൻ ഡ്രോയിങ്ങും ഒരെണ്ണമെങ്കിലും ചെയ്ത് വെക്കണം എന്നുണ്ട്. ഓരോ പിക്ചേഴ്സ്, ഒത്തിരി വലുതല്ലെങ്കിലും. അപ്പൊ ഒരു ഇതെല്ലാം മീഡിയം. വാഷ് മാത്രം ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. അത് ഞാൻ ഇനി എല്ലാം കൂടി കൈയിടുന്നില്ല, അത് മാത്രം വിട്ട് കളഞ്ഞു. ബാക്കിയെല്ലാം ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. എല്ലാം കൂടെ ബുദ്ധിമുട്ടാവോ? ഇല്ല, ഫസ്റ്റ് സ്റ്റെപ്പിൽ ക്ലാരിറ്റി, എല്ലാം കൂടി ചിന്തിക്കണ്ട. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് എടുക്കുന്നത് അതിൽ ക്ലാരിറ്റി വരുത്തുക, അതിനെ സിംപ്ലിഫൈഡ് ആക്കുക. ചിലപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ചാർക്കോൾ ഡ്രോയിങ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പെയിന്റിങ് ആയിരിക്കും. അതും കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അടുത്തതിനെ കുറിച്ച് ചിന്തിക്കുക. ക്ലാരിറ്റി ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ആ എക്സിബിഷൻ എങ്ങനെ ആൾക്കാരെ കൊണ്ടുവരും, എങ്ങനെ മാർക്കറ്റ് ചെയ്യും, എങ്ങനെ ആർട്ട് വർക്ക് അറേഞ്ച് ചെയ്യും, അതിനൊന്നും നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. പക്ഷെ അത് ആ സമയത്ത് ആലോചിച്ചാൽ മതി, അതിനൊക്കെ നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് ഇത്രയും സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കൊച്ചി തന്നെ ഏകദേശം, കൊച്ചി തൃശ്ശൂർ റേഞ്ചിൽ ഏകദേശം 300-ലധികം സ്റ്റുഡൻസ് നമുക്ക് ഇപ്പം ഉണ്ട്, പുതിയ ബാച്ചിൽ മാത്രം. അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആൾക്കാരും കോണ്ടാക്റ്റും എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ടെൻഷൻ ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേരുണ്ട് കേട്ടോ. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചെന്ന് ഏപ്രിലിൽ ചെല്ലുമ്പോൾ ഞാൻ സോളോ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതൊന്നും നടക്കുകയല്ല. അങ്ങനെ അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും എൻകറേജ് ചെയ്യുന്നവരും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്താൽ മതി, പെയിന്റിങ് ചെയ്താൽ മതി. ആ ഒരു ബാക്കി ചെയ്യാനൊക്കെ എല്ലാവരും ഹെൽപ്ഫുൾ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ നമുക്ക് ക്ലാരിറ്റി ഉള്ള, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റെപ്സ് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കി പോയാൽ മതി. അപ്പൊ ഞാനിപ്പോ ഒരു 5 ക്യാൻവസ് ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട്, ചെയ്ത് കൊണ്ടുപോകാൻ. എൻ്റെ ഒരു റോള് ക്യാൻവസും കൊണ്ടാണ് വന്നത് തന്നെ ഇവിടെ വന്ന് ചെയ്യാനായിട്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ച റോള് എടുത്ത് ചെയ്യണേക്കാൾ എളുപ്പം ചെറിയ ക്യാൻവസ്, അധികം വലുതല്ല, ഒരു 18x24 അങ്ങനെയാണ് സൈസ്, പുറകിലിരിക്കുന്ന ടൈപ്പ്. അത് ഒരു 5 ചെയ്ത്, അത് 5 ചെയ്ത് പോകുന്നതിന് മുമ്പ് തീർക്കണം എന്നുണ്ട്. അപ്പൊ പിന്നെ എന്റെ കയ്യിൽ കുറച്ച് പെയിന്റിങ്സ് ഉണ്ട്, പഴയതാണെങ്കിലും ഒക്കെ വെക്കാമല്ലോ. അങ്ങനെ കുറച്ച് പെയിന്റിങ്സ് ഉണ്ട്. എന്തായാലും പ്ലാനുകളെല്ലാം അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വൈൻഡപ്പ് ചെയ്തേക്കട്ടെ. യെസ്, അപ്പൊ ഇനി വീക്കിലി മീറ്റിംഗിൽ നേരിട്ട് കാണാം. വീക്കിലി മീറ്റിംഗ് നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ഡിസ്കസ് ഒക്കെ ചെയ്യാം.
അപ്പോൾ ഒരുപാട് ശരി. സന്തോഷം. ഇപ്പോൾ ഗോളൊക്കെ പെട്ടെന്ന് അടുത്തൊരു വർഷത്തേക്കുള്ള ഗോളാണ് പറഞ്ഞത്, പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുക, ഒരുപാട് നല്ല നല്ല പെയിന്റിങ് ചെയ്യാൻ പറ്റുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു നമ്മുടെ സ്വന്തമായിട്ടൊരു ആർട്ട് വർക്ക് കുറെ കൂടി എഫേർട്ട് എടുത്ത് കുറെ കൂടി ചിന്തിച്ച് നല്ലൊരു തീമൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതും എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു.